അപ്പോൾ അവർ പലരും പിറുപിറുത്തു, എന്താ ഖാലിദ് ഇങ്ങനെ? അതിമാരകമായ യുദ്ധമാണ് യർമൂക്ക് യുദ്ധം. ശത്രുവിനോട് പടവെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന യുദ്ധത്തിൽ എന്തുകൊണ്ട് ഖാലിദ് ഈ വിധം നമ്മളോട് നിർത്താൻ പറയുന്ന ഒരു തൊപ്പിക്ക് വേണ്ടി? ഏതായാലും അദ്ദേഹം പിന്നെയും വിളിച്ചു പറഞ്ഞു, ഉത്തുലുബൂഹ, നിങ്ങൾ തപ്പണം. ആ തൊപ്പി പടക്കളത്തിൽ മുഴുവൻ പരതി. ഫവജദൂഹ, അവർക്കത് കിട്ടി. ഫഇദാ ഹിയ ഖലൻസുവത്തുൻ ഖലിഖത്തുൻ, അവർ തന്നെ കളിയാക്കിപ്പോയി. ഖലൻസുവത്തുൻ ഖലിഖത്തുൻ, ഒരു കീറത്തൊപ്പി, ഒരു പഴകിയ കീറത്തൊപ്പി. ഖാലിദിൻ്റെ കീറത്തൊപ്പി മണലിൻ്റെ ഉള്ളിൽ നിന്ന് എവിടുന്നോ കിട്ടിയവർക്ക്. കീറത്തൊപ്പി എടുത്തുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു തആല കൊടുത്തു. അവരൊക്കെ മനസ്സിൽ പറഞ്ഞു, എന്താണ് ഈ ഒരു കീറത്തൊപ്പിക്ക് വേണ്ടി വലിയൊരു യുദ്ധം മുടക്കുകയോ? യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. യുദ്ധം വിജയിച്ചു. മുസ്ലിങ്ങൾ വിജയക്കൊടി പാറിച്ചു. യുദ്ധവിജയാനന്തരം ഖാലിദ് റളിയല്ലാഹു തആല അവരെ വിളിച്ചുകൂട്ടി. തൊപ്പി തപ്പാൻ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ പഴിച്ചു. നിങ്ങളെ മനസ്സിലെങ്കിലും നേതാവെന്ന രീതിയിൽ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ മനസ്സിലൊക്കെ ഉണ്ട്, എനിക്കറിയാം. മഹാനായ ഖാലിദ് റളിയല്ലാഹു തആല കഥ പറഞ്ഞു കൊടുത്തു. തമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉംറ ചെയ്തു ഒരു ദിവസം. ഫഹലക റഅ്സഹു, റസൂലുള്ളാഹി തങ്ങൾ തലമുണ്ഡനം ചെയ്തു. തലമുണ്ഡനം ചെയ്ത സന്ദർഭത്തിൽ ഫബ്തദറന്നാസു ജവാനിബ ശഅരിഹി, അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകൻ മുടിക്ക് വേണ്ടി ചുറ്റുവട്ടത്തിൽ ജനങ്ങളിങ്ങനെ തടിച്ചുകൂടി. ഫസബഖതുഹും ഇലാ അനാസിയതിഹി, ഞാനങ്ങ് ഓടിച്ചെന്നിട്ട് റസൂലുള്ളാഹിൻ്റെ മൂർദാവിലേക്ക് അവരെ മുൻകടന്നു കൊണ്ടൊരൊറ്റ പിടിയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിൻ്റെ മൂർദാവിലുള്ള മുടി ഞാൻ ഇങ്ങോട്ട് പിടിച്ചു. ഫജഅൽതുഹാ ഫീ ആദിഹിൽ ഖലൻസുവ, തൊപ്പിന്ന് പൊളിച്ചിട്ടും കാണിച്ചു കൊടുത്തു. ആ മുടി ഞാനിതാ ഈ തൊപ്പിയിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ തൊപ്പിയിൽ ആ മുടി ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ തൊപ്പിയിൽ ആ മുടി വെച്ചിട്ട് കൊണ്ട് ഫലം അഷ്ഹദ് ഖിതാലൻ വഹിയ മഅി ഇല്ലാ റുസിഖതുൻ നസർ, ഫലം അഷ്ഹദ് ഖിതാല, ഒരു യുദ്ധത്തിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇല്ലാ ഖിതാ വഹിയ മഅി ഇല്ലാ റുസിഖതുൻ നസർ, ഈ തൊപ്പി വെച്ച് വിജയിച്ച യുദ്ധത്തിലല്ലാതെ ഞാൻ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ തൊപ്പി വെച്ച് ചെയ്ത യുദ്ധം മുഴുവൻ ജയിച്ചിട്ടുണ്ട്. ഈ തൊപ്പി വെച്ച് ഞാൻ ചെയ്ത യുദ്ധം മുഴുവൻ വിജയിച്ചിട്ടുണ്ടതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഈ തൊപ്പിക്കുള്ളിൽ ഈ മുടിയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണ്. ഈ മുടി ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാ വിജയത്തിനും കാരണക്കാരനായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ മുടി പോയതാണ് എനിക്ക് പ്രശ്നം. അതുകൊണ്ടാണ് തൊപ്പി തടയാൻ പറഞ്ഞത്. തൊപ്പി പഴയതിന് പുതിയത് കിട്ടാത്തതുകൊണ്ടല്ല. എന്താണ് ആ പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥം നിങ്ങൾ നോക്ക്. അപ്പോൾ ഒരു തൊപ്പി, ഒരു മുടി വെച്ചാൽ എന്തത്ര വലിയ ബർക്കത്ത്. ചിലർ പറയാം അത് ഹദീസല്ലേ. എന്താ ഹദീസ്? എന്താ ഹദീസ്? ഹദീസ് എന്ന് പറഞ്ഞാൽ അതല്ല സുന്നത്ത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ഉറക്കെ ചൊല്ലി. അപ്പോഴല്ലേ ഇതിൻ്റെ ബോധ്യം വരൂ. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സുന്നത്ത് കളിയേ. ഇനി വേണ്ട, സുന്നത്ത് വേണ്ടാത്തവർക്ക് ഞാൻ പറയാം, നിങ്ങൾ സുന്നത്ത് വിട്ടോ. എന്താ ബർക്കത്ത് ഉണ്ടാവില്ല മുടിക്കും ഒന്നും? മുടി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദേഹത്തില്ല. എന്നാൽ ഏതെങ്കിലും പീടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടെന്നുള്ള ഈ കുപ്പായം, അത് കടയിൽ നിന്ന്, ഇത് കുപ്പായ, ഇത് എൻ്റെ ശരീരത്തിലുണ്ടായതൊന്നുമല്ല. ഒരു മഹാൻ ധരിച്ച കുപ്പായത്തിൻ്റെ ബർക്കത്ത് എത്രയാ? ഒരു മഹാൻ ധരിച്ച കുപ്പായ ആരാ? ഹദീസല്ല, കെട്ടുകഥയല്ല, ചരിത്രവുമല്ല, അള്ളാഹിൻ്റെ പരിശുദ്ധ ഖുർആൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കൾ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരങ്ങൾ യാക്കൂബ് നബി തങ്ങളുടെ മക്കൾ ഈജിപ്തിൽ വെച്ച് യൂസുഫ് നബി തങ്ങളെ കണ്ടുമുട്ടിയ സംഭാഷണം പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കണ്ണ് കാണാത്ത കാലമാണ്. കരഞ്ഞ് 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 കണ്ണിൻ്റെ കാഴ്ച പോയി. കണ്ണിൻ്റെ കാഴ്ച പോയി. ബഹുമാനപ്പെട്ടവർക്ക് കാഴ്ചയില്ല. ഈ ഇവനെ യൂസുഫ് നബി തങ്ങൾ അറിഞ്ഞു. എന്താ ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്ന മക്കളോട് പറഞ്ഞത്? രാജകൊട്ടാരത്തിൽ വെച്ച് മക്കളോട് പറഞ്ഞെന്താ? ഇദ്ഹബൂ ബി ഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി ബിയഅതി ബസീറാ. എന്താണ് പറഞ്ഞ വാചകം നോക്കണം. ഇദ്ഹബൂ ബി ഖമീസി ഹാദാ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കും. ഇദ്ഹബൂ ബി ഖമീസി ഹാദാ, എൻ്റെ ഈ കുപ്പായവും കൊണ്ട് നിങ്ങൾ പോയിക്കോ, ഞാൻ ധരിക്കുന്ന ഈ കുപ്പായവും കൊണ്ട് നിങ്ങൾ പോയിക്കോ. ഫഅൽഖൂഹു അലാ വജ്ഹി അബീ, എൻ്റെ വാപ്പാൻ്റെ മുഖത്ത് പോയിട്ട് ഈ കുപ്പായം വാപ്പാൻ്റെ മുഖത്തങ്ങ് വെച്ച് കൊടുക്ക്. യഅതി ബസീറാ, ബാപ്പ കണ്ണ് കാഴ്ചയുള്ളവനാകും. സുന്നത്തിയമായത്തിൻ്റെ വിശ്വാസം ശരിയോ തെറ്റോ നിങ്ങൾ പറ. ഞാൻ പറഞ്ഞല്ലോ, ഖാലിദ് റളിയല്ലാഹു തആല തൊപ്പിക്കുള്ളിലെ മുടിക്കെന്താ ബർക്കത്തെന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ഹദീസല്ലേ എന്ന് പറയുന്നവർ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി തങ്ങൾ പറഞ്ഞു, ഇദ്ഹബൂ ബി ഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ. എൻ്റെ ഈ കുപ്പായും അയാൾ തമ്മിലൊരു ബന്ധമല്ലല്ലോ. മറ്റേ റസൂലുള്ളാഹിൻ്റെ മുടിയാണ് റസൂലുള്ളാഹിൻ്റെ മേലുണ്ടായതെന്ന് മനസ്സിലാക്കാം. കുപ്പായം ഏതോ നെയ്ത്തുകാരൻ എവിടെയോ ധരിച്ച കുപ്പായം, ആ നെയ്ത കുപ്പായം ഒരാൾ ദേഹത്തിട്ടു എന്നുള്ള ബർക്കത്തേനുള്ളൂ. ആ ബർക്കത്തുള്ള കുപ്പായം ബഹുമാനപ്പെട്ട യൂസുഫ് നബി തങ്ങൾ കൊടുത്തേക്കണം. വാപ്പാൻ്റെ മുഖത്തിട്ടോ, ബാപ്പാൻ്റെ മുഖത്ത് തിട്ടാൽ ബാപ്പാക്ക് കാഴ്ച കിട്ടും. കിട്ടുമെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഈജിപ്തിലാണ് ബഹുമാനപ്പെട്ടവരുള്ളത്. ആര്? യാക്കൂബ് നബി തങ്ങൾ. കൻആൻ, ഈജിപ്തിൽ നിന്നാണ് ഇത് കൊടുത്തേക്കുന്നത്. കൻആൻ ദേശത്താണ് ബഹുമാനപ്പെട്ടവരുള്ളത്. ഈജിപ്തിൽ നിന്നും കൻആനിലേക്ക് എത്തണം. കൻആനിലാണ്
ഈജിപ്തിൽ ബഹുമാനപ്പെട്ട യൂസഫ് നബി തങ്ങളും കൻആനിൽ ബഹുമാനപ്പെട്ടവരും അഥവാ യാക്കൂബ് നബി തങ്ങളും ഈജിപ്തിൽ നിന്ന് അന്നത്തെ യാത്രയനുസരിച്ച് 8 ദിവസത്തെ വഴിദൂരമുണ്ടെന്ന് ആ തഫ്സീറിൻ്റെ കിതാബിലൊക്കെ കാണുന്നത്. 8 ദിവസത്തെ വഴിദൂരം. ഇന്ന് ആധുനിക സൗകര്യങ്ങളുണ്ട്. അന്നൊരു മനുഷ്യൻ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടാൽ 8 ദിവസം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിട്ടേ കൻആനിനെത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ദൂരം എത്ര ഉണ്ട്? ഒരു ഒട്ടകം നടക്കുന്ന ദൂരങ്ങളൊന്ന് കണക്കൂട്ടി നോക്ക്. എന്തായാലും ഇപ്പോൾ സംഭവം ഇവിടുന്ന് മംഗലാപുരം പോകുന്നതിനേക്കാളും ദൂരം ഉണ്ടാവുമല്ലോ. ഈ സ്ഥലത്തിൻ്റെ അടുക്കുള്ള ആ റേഞ്ചിൻ്റെ ദൂരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ ബഹുമാനപ്പെട്ട ഈ കുപ്പായം, ബറക്കത്തുള്ള ഈ കുപ്പായം മക്കൾ കയ്യിൽ പിടിച്ചിട്ട് അവിടുന്ന് പുറപ്പെട്ട് വലമ്മ ഫസറത്തിൽ കാല അബൂഹും. ആ യാത്രാസംഘം അവിടുന്ന് പുറപ്പെട്ട സമയത്ത് അഥവാ ഈജിപ്തിൽ നിന്ന് അവർ പുറപ്പെട്ടപ്പോൾ കൻആനിലേക്കെത്താൻ 8 ദിവസം എടുക്കണം. പുറപ്പെട്ട സമയത്ത് തന്നെ കാല അബൂഹും അപ്പ പറഞ്ഞു, ഇന്നീല അജിദുർ ഈഹ യൂസുഫ ലഉലാൻ തുഫന്നിദൂൻ. ഇന്നീല അജിദുർ ഈഹ യൂസുഫ, ഞാൻ യൂസഫിൻ്റെ വാസന കേൾക്കുന്നുണ്ട്. ബാപ്പ പറയാണ്, ലഉലാൻ തുഫന്നിദൂൻ, നിങ്ങൾ എന്നെ പ്രായാധിക്യം കൊണ്ട് പിച്ചുമ്പയും പറയുന്നവനാക്കുകയില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചോളൂ, യൂസഫിൻ്റെ വാസന എനിക്ക് വരുന്നുണ്ട്. ഇന്നീല അജിദുർ ഈഹ യൂസുഫ. അതങ്ങനെ 8 ദിവസത്തെ വഴിദൂരത്തിൻ്റെ അടുക്ക് കൻആൻ എന്ന ദേശത്ത് ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട ഒരു സംഘത്തിൻ്റെ കയ്യിലുള്ള കുപ്പായ എങ്ങനെയാണ് വാസനിച്ചത്? ഇന്നീല അജിദുർ ഈഹ യൂസുഫ. അതെങ്ങനെയാ? ആ വാചകം നോക്കണം. അവിടെ ലൗല അൻ തുഫന്നിദൂ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് നടക്കുന്ന കാര്യമല്ലല്ലോ. പക്ഷേ ശരിക്ക് വാസനിച്ചല്ലോ. സംഭവം ശരിയാണല്ലോ. ഇവർ പുറപ്പെട്ട സമയത്തുള്ള വാപ്പ അവിടെ പറഞ്ഞത്, ഫലമ്മാ അൻ ജാ അൽ ബഷീറു അൽകാഹു അലാ വജ്ഹി ഫർതദ്ദ ബസീറാ. ആ 12 മക്കളിൽ മൂത്ത സഹോദരൻ യഹൂദ എന്ന് പറയുന്ന മകൻ്റെ കയ്യിലുള്ള കുപ്പായം മകൻ കൊണ്ടുവന്നുകൊണ്ട് ഫലമ്മാ അൻ ജാ അൽ ബഷീറു അൽകാഹു അലാ വജ്ഹി, ബാപ്പാൻ്റെ മുഖത്തത് വെച്ചു കൊടുത്തപ്പോൾ ഫർതദ്ദ ബസീറാ, ബാപ്പാൻ്റെ മുഖം ശരിക്ക് കണ്ണ് കാണുന്ന മുഖമായി മാറി ബാപ്പാക്ക് കാഴ്ച വന്നു. അപ്പോൾ ബാപ്പാൻ്റെ മുഖത്തത് കൊണ്ടുപോയിട്ടപ്പോൾ എങ്ങനെയാണ് ബാപ്പാക്ക് കാഴ്ച കിട്ടിയത്? ഒരു ഷർട്ട്. ആ ഷർട്ടിൻ്റെ ബർക്കത്തൊന്ന് നോക്ക് നിങ്ങൾ. അപ്പോൾ സുന്നത്യമായതിൻ്റെ വിശ്വാസം ശരിയോ തെറ്റോ? ഖുർആനാണ് ഈ പറയുന്നത്. ഒരു മഹാൻ നമുക്ക് കാണിച്ചു തന്ന മാതൃകാപരമായ പ്രവർത്തനം യൂസഫ് നബി തങ്ങളെ ബാപ്പാക്ക് കുപ്പായം കൊടുത്തേക്കാണ്. ബാപ്പാൻ്റെ മുഖത്ത് ആ കുപ്പായം ഇട്ടപ്പോൾ ശരിക്കും ബാപ്പാൻ്റെ കണ്ണ് പ്രകാശിച്ചു. ഒരത്ഭുതം. രണ്ടാമത്തേത്, ഇത് പുറപ്പെട്ട് 8 ദിവസമായിട്ട് ഇവിടെ എത്തുള്ളൂ. പുറപ്പെട്ട ദിവസം തന്നെ ബാപ്പ ഈ വാസന ഇങ്ങനെ കിട്ടുകയാണ് ബാപ്പാക്ക്. എന്താ ഈ ഗ്രാണശക്തി? അതാണ് പടച്ചറബ് കൊടുക്കുന്ന ബർക്കത്ത്, കഴിവ്, ദീർഘദൃഷ്ടി എന്നൊക്കെ പറയുന്ന സംഗതി. അതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയിൽ നടപ്പാക്കാൻ. എന്താ നമ്മൾ ബേജാറാവാൻ നിൽക്കണം? എന്തിനാ? അതൊന്നും തൗഹീദിനെതിരല്ല. അതുകൊണ്ടൊന്നും തൗഹീദ് ചോർന്നു പോകില്ല. ഇവിടെ ഒരു ഷർട്ടല്ലേ. ഇതുപോലെ എത്ര അനുഭവങ്ങൾ. ബദറിൻ്റെ ദിനത്തിൽ ഉക്കാശ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വാള് പൊട്ടിപ്പോയി. എന്ത് ചെയ്യാനാ? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിനോട് പോയി സങ്കടം പറഞ്ഞു. അന്നഹു ദഫ അലി ഉക്കാശത ജിദ്ലഹത ബിൻ ഹീന അൻകസറ സൈഫുഹു യൗമ ബദർ. ഞാനല്ല പറയുന്നത്, ഇമാം ബുഖാരി തങ്ങളുടെ ഉദ്ധരണിയാണ്. അന്നഹു ദഫ അലി ഉക്കാശത, ഉക്കാശ റളിയല്ലാഹു തആല അൻഹുവിനെ നൽകി ജിദ്ലഹത ബിൻ ഒരു മരത്തിൻ്റെ തണ്ട്. ഹീന അൻകസറ സൈഫുഹു യൗമ ബദർ, ബദറിൻ്റെ ദിനത്തിൽ ബഹുമാനപ്പെട്ടവരുടെ വാള് പൊട്ടിയപ്പോൾ വക്കാല, ആ നബി തങ്ങളത് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇദ്രിബ്ബിഹി, ഇതുകൊണ്ട് യുദ്ധം ചെയ്തോ. അതാണ് ഇജാസത്ത്. എന്നാ യുദ്ധം ചെയ്തോ. കൊടുക്കുമ്പോൾ തണ്ടാണ്, കൊടുക്കുമ്പോൾ വരും ഈത്തപ്പനയുടെ തണ്ടാണ്. ഫഅദ ഫീ യദിഹി സൈഫൻ സാരിമൻ തവീലൻ അബിയദ ശദീദൽ മതൻ. എന്തൊക്കെ സിഫത്താണ് ആ വാളിന് പറഞ്ഞത്? ഫഅദ ഫീ യദിഹി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ചത് മാറി. റസൂൽ അത് കൊടുക്കുമ്പോൾ എന്താണ്? തണ്ട്, ഈത്തപ്പനെ തണ്ട് കയ്യിലാണ് കൊടുത്തു. ഇദ്രിബ്ബിഹി എന്ന് പറഞ്ഞ ഇജാസത്തും കൊടുത്തങ്ങ് കയ്യിൽ വെച്ച് കൊടുത്തു. അതങ്ങ് പിടിച്ച സമയത്ത് ഫഅദ ഫീ യദിഹി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നപ്പോൾ അത് ഗോലം മാറി. സൈഫൻ സ്വാരിമൻ തവീലൻ അബിയദ ശദീദൽ മതൻ, നല്ല വെളുത്ത നീളമുള്ള ശക്തിയുള്ള ഒരു വാള്. ഫഖാതല ബിഹി, അതുകൊണ്ട് യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ ജയിച്ചു എന്ന് മാത്രമല്ല, ثم لم يزل عنده يشهد به المشاهد الى ان استشهد. യുദ്ധത്തിൽ വേറെ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാകുന്ന കാലം വരെ ഈ വാളും കൊണ്ട് അദ്ദേഹം ആ യുദ്ധത്തിൽ പടവെട്ടിയെന്നാണ്. അദ്ദേഹം യുദ്ധത്തിൽ ഷഹീദാകുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ വാള് നിലനിന്നു. അദ്ദേഹം യുദ്ധം ചെയ്യുമ്പോഴൊക്കെ ഈ വാള് കൊണ്ടുവരുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത വാള്. എന്തേ ഇപ്പോൾ ഒരു വാളങ്ങ് കൊടുക്കുമ്പോഴേക്കും ആ വാളിൻ്റെ സ്ഥാനത്ത് മരം കൊടുക്കുമ്പോഴേക്കും അത് വാളായി മാറി? എന്താണ് നിനക്ക് മറുപടി? അത് തന്നെയാണ് ഈ കറാമത്ത് മുഅ്ജിസത്ത് എന്നൊക്കെ പറയുന്ന സംഗതി. 2 പേര് ഞാൻ ആടിനെ മേച്ച് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പാല് ചോദിച്ചു. എല്ലാവരും മനസ്സിലാക്കണം. പാല് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലാ അഫ്അലു ഫൽ അനമു ലൈസത്ത് ലി,
ഞാൻ തരില്ല, കാരണം ഈ ആടുകൾ എൻ്റെതല്ല. ആടുകൾ എൻ്റേതല്ലാത്തതുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല, അതുകൊണ്ട് എന്നോട് ചോദിക്കണ്ട. വാന അലേഹ മുത്തമനും, ഞാൻ ഇതിൻ്റെ പേരിൽ ഏൽപ്പിക്കപ്പെട്ട ആളാണ്. എന്നെ ഇത് സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് പാല് തരാൻ യാതൊരു വകുപ്പുമില്ല, അതുകൊണ്ട് എന്നോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞു. എന്നോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞാൽ അവരോട് അത് മാറിയപ്പോൾ അപ്പോൾ ബഹുമാനപ്പെട്ട പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ദുല്ലനി അലാ ഷാത്തിൽ ലം യൻസു അലൈഹ ഫഹലുൻ. ദുല്ലനി അലാ ഷാത്ത്, എന്നാൽ എനിക്കൊരു ആട്ടിൻകുട്ടിനെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു ചെറിയ ആട്ടിൻകുട്ടിനെ. ലം യൻസു അലൈഹ ഫഹലുൻ, കൂറ്റൻ ബന്ധപ്പെടാത്ത എന്ന് പറഞ്ഞാൽ എണ ചേരാത്ത ഒരു ആട്ടിൻകുട്ടിയെ ചെറുതിനെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. കൂറ്റനുമായി ബന്ധപ്പെടാത്ത, ഫഹൽ എന്ന് പറഞ്ഞാൽ കൂറ്റൻ ആണാട്, ആണാടുമായി ബന്ധപ്പെടാത്ത ഒരു ചെറിയ പെണ്ണാടുകുട്ടിയെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ അവർ അതിനെന്താ പ്രശ്നം, ഒരു കുഴപ്പമില്ലല്ലോ, കൊണ്ടുപോകാനൊന്നും പറ്റില്ല, പാലിനല്ലേ. പ്രസവിക്കാത്ത ഒരാണാടുമായി ബന്ധപ്പെടാത്ത ഒരാടിന് എവിടുന്ന് പാലുണ്ടാവാനാ? എന്തിനാണിത് ചോദിക്കുന്നതെന്നൊന്നും ചോദിച്ചില്ല. കുട്ടി എന്ത് ചെയ്തു? കൊണ്ടുവന്ന് കെട്ടിക്കൊടുത്തു. ആ കൂട്ടത്തിലെ ഏറ്റവും ഇളയ ഒരാടിനെ കൊണ്ടുവന്ന് കെട്ടിക്കൊടുത്തു. അതിൻ്റെ അകിട് പോലും വലുതായിട്ടില്ല. അകിട് പോലും വലുതായിട്ടില്ല എന്ന് മാത്രമല്ല, ഇണ ചേരാത്തൊരാടാണ്, എന്തിനു പറ്റും അതിന്? എന്നാൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, അദ്ദേഹം പറഞ്ഞ വാചകം നോക്കണം. ആ ആടിൻ്റെ അകിടിങ്ങനെ തടവാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് നബി തങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. നബി തങ്ങളെക്കുറിച്ച് പറയുന്നു, നബി തങ്ങളെ അകിടിങ്ങനെ തടവി. ബിയദിഹി, അവിടുത്തെ കൈകൾ കൊണ്ടുപോകുക. യദ്കുറുസ്മല്ലാഹ്, ബിസ്മില്ല എന്ന നാമം അദ്ദേഹം ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് അകിടിങ്ങനെ തടവി. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, ലാകിന്ന ദർഅശാതി മാ ലബിഥ അനിന്തഫഖ. ഈ തടവൻ ഇങ്ങനെ തുറന്നപ്പോൾ ആടിൻ്റെ അകിടിങ്ങനെ വലുതായി വലുതായി വീർത്തു വന്നു. ഈ ആടിനെ നോക്കുന്ന കുട്ടി കൗതുകത്തോടെ നോക്കുകയാണ്. അതിൽ നിന്നും പാല് ചൊരത്താൻ തുടങ്ങി. പാലിങ്ങനെ ചൊരത്താൻ തുടങ്ങി. അദ്ദേഹം കുടിച്ചു, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കുടിച്ചു, നബി തങ്ങൾ കുടിച്ചു, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കുടിച്ചു. അവർ രണ്ടുപേരും കുടിച്ച ശേഷം തുമ്മ സക്കാനി മഴകുമാ, പിന്നെ എന്നെയും കുടിപ്പിച്ചു. പിന്നെ എനിക്കും അല്പം പാല് കറന്നു തന്നു. ആ പാല് ഞാനും കുടിച്ചു. പ്രസവിക്കാത്ത ആട്ടിൻകുട്ടിയുടെ അകിടിൽ നിന്ന് തടവിക്കൊണ്ട് പാലെടുത്തു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ നേരിട്ട് നോക്കി നിന്നുകൊണ്ട് പറയുകയാണ്, ആ കണ്ട സംഗതി എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എനിക്കത് വിശ്വാസമാ തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ട്? എൻ്റെ പ്രസവിക്കാത്ത ആട്ടിൻകുട്ടി 3 പേർക്ക് പാല് ചുവത്തി, ശരിക്കും പാല് തന്നു. എന്നാൽ ഫലം മർത്തവയിന, എന്തു ചെയ്യാനാ? ഞങ്ങൾക്കൊക്കെ വയറ് നിറഞ്ഞു പോയി. ഈ കുടിച്ചത് പാൽ തന്നെയാണല്ലോ. ആട്ടിൻകുട്ടി ചെറുതാണെങ്കിലും കുടിച്ചതൊക്കെ പാലാണ്. ഫലം മർത്തവയിന, ഞങ്ങൾക്ക് 3 ആൾക്കും ശരിക്കും വയറ് നിറഞ്ഞപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു, ലി ദർഇഷാത്തി, ആടിൻ്റെ അകിടിനോട് ഇൻകബിദ് ചുരുങ്ങിക്കോ എന്ന് പറഞ്ഞു. ഏത് വിധേനയായിരുന്നോ അത് നേരത്തെ ഉണ്ടായിരുന്നത് അകിടില്ലാത്ത ആടിനെ പോലെ അവിടേക്ക് തന്നെ മടങ്ങിപ്പോയി. ഇത് കണ്ടപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് നബിയിൽ വലിയ വിശ്വാസം. അദ്ദേഹം അന്ന് വിശ്വസിച്ചില്ല. നബി തങ്ങളോട് പറഞ്ഞു, അല്ലിംനി മിൻ ഇൽമിക, നിങ്ങൾ കാണിച്ച ഇൽമിൽ നിന്ന് എന്നെയും ഒന്ന് പഠിപ്പിച്ചു തരുമോ? നബി തങ്ങൾ കലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നക ഉലാമും മുഅല്ലം, നീ നല്ല വിവരമുള്ള കുട്ടിയാണ്, നീ പഠിച്ച കുട്ടിയാണ്. അതുപോലെ പിൽക്കാലത്ത് വന്നല്ലോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്ന വലിയ ആലിമായിരുന്നല്ലോ. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിവരസ്ഥനായ മനുഷ്യനാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ. ഇബ്നു മസ്ഊദ് തങ്ങൾ ഉദ്ധരിച്ച ഹദീസിനൊക്കെ എന്ത് പ്രാമാണികതയാണ്! ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. സാധാരണഗതി ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്തിനധികം പാലിങ്ങനെ ചുരത്തിയിട്ട് അത് കുടിച്ച കുട്ടിയാണ് പറയുന്നത്, വാന ലാ ആക്കത് ഉസദ്ദിഖുമാ അറാ, എനിക്കിത് കണ്ടിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് വയറാണ് നിറഞ്ഞപ്പോഴാണ് ബോധ്യമാവണ്. അദ്ദേഹത്തിന് വരെ അത് ബോധ്യമായില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകന്റെ മുഅ്ജിസത്ത്. ഇത് അത്ഭുതസിദ്ധിയാണ്. പടച്ച റബ്ബൻ എന്തുകൊണ്ട് ചെയ്തു കൊടുത്തൂടാ? എന്തിനാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ അവിശ്വാസം കൽപ്പിക്കുന്നത്? ഇതിനെ എതിർക്കാനാണെന്ന് പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ സുന്നത്തി ജമാഅത്തിനെ താറടിക്കുന്നത് എന്തിനാ? ഈ വിശ്വാസം ഒരിക്കലും അനിസ്ലാമികമാകുന്നില്ല എന്ന് ഇതിൽ നിന്ന് ബോധ്യമല്ലേ? മാത്രമല്ല, ബർക്കത്ത് എന്ന് പറയുമ്പോൾ മഹാന്മാർ ആദരിക്കുക, ബർക്കത്ത് എടുക്കുക, അതൊക്കെ സ്വാഭാവികമല്ലേ? നമ്മളെന്തിനാ മക്ബറ കിട്ടുന്നത്, അവിടെ എന്തിനാ പള്ളി ഉണ്ടാക്കുന്നതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടില്ലേ നിങ്ങൾ? സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പരിശുദ്ധമായി പറഞ്ഞെന്താ? വകദാലിക അഅ്തർനാ അലൈഹിം ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്. ആ ഗുഹാവാസികളായി ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി പടച്ചറബ് ഒരു പണിയുണ്ടാക്കി. അവരെ ഉണർത്തിക്കൊണ്ട് ഒരാളെ കടയിലേക്ക് അയച്ചു. വകദാലിക അഅ്തർനാ അലൈഹിം ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്. അള്ളാഹുവിൻ്റെ വാഴ്തകളൊക്കെ പടച്ചറപ്പിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ. വ അന്ന സഅത ആതിയതുൻ ലാ റൈബ ഫീഹാ, കാലാന്ത്യം എന്ന് പറയുന്ന ഒന്ന് വരും.
ലോകത്ത് ജനങ്ങൾ അസ്തമിക്കുന്നൊരു ദിവസം വരുമെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പടച്ചറബ് അങ്ങനെ ചെയ്തത്. ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും പടച്ചറബാണെന്ന് അറിയിക്കാനാണത് ചെയ്തത്. എന്നാൽ ഇത് യതനാസഊന ബൈനഹും അംറഹും, അവർ തമ്മിൽ ഇത്ര തർക്കമുണ്ടായപ്പോൾ ഫഖാലു ഇബ്നു അലൈഹിം ബുന്യാന, ഫഖാലു അവർ പറഞ്ഞു ഇബ്നു അലൈഹിം ബുന്യാന, നമുക്ക് ഇവിടെ നല്ലൊരു കെട്ടിടമുണ്ടാക്കാമെന്നൊരു കൂട്ടർ. റബ്ബുഹും അഅലൂ ബിഹിം ഖാലല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ. കാര്യബോധമുള്ള ആളുകൾ പറഞ്ഞു നമുക്കിവിടെ ഒരു പള്ളി ഉണ്ടാക്കാം. അൽ കഹ്ഫിലെ ഗുഹാവാസികൾ താമസിച്ചിരുന്ന ഗുഹക്കടുത്ത് ചെന്നുകൊണ്ടാണ് പറഞ്ഞത്. മരിച്ചു കിടക്കുന്ന ആളുകൾ അവർ കണ്ടു, ഗുഹയിൽ അവരെ മരിപ്പിച്ചു. പടച്ചറബ് തിരിച്ചറിഞ്ഞ ഉടനെ ആ മഹാത്മാക്കളായ ആളുകൾ, അവരെ എണ്ണം എത്രയാണെങ്കിലും 7 ആണെങ്കിലും എത്രയാണെങ്കിലും, അവർ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് ആളുകൾ പറഞ്ഞു, ബോധമുള്ളവർ പറഞ്ഞു ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ, നമുക്കവിടെ ഒരു പള്ളി ഉണ്ടാക്കാം. ഈ പള്ളി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ വാചകത്തിൻ്റെ തഫ്സീറിൽ മഹത്തുക്കൾ പറയുന്നു. തഫ്സീറുൻ നസഫിയിലുണ്ട്. അതുപോലെങ്കിൽ സൗദിയിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ തഫ്സീറുൽ മുനീറിലുണ്ട്. ആധുനിക മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഐ അലാ ബാബിൽ കഹ്ഫി, ആ അൽ കഹ്ഫിൽ പറയുന്ന കഹ്ഫിൻ്റെ ഗുഹാമുഖത്ത് നമുക്ക് ഒരു പള്ളി ഉണ്ടാക്കാം. യുസല്ലി ഫീഹിൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ അതിൽ നമസ്കരിക്കട്ടെ. മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ വേറെ പള്ളി ഉണ്ടാക്കിയാൽ പോരെ? മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ അവിടെ തന്നെ പള്ളി ഉണ്ടാക്കണോ? അൽ കഹ്ഫിന് മുമ്പ് തന്നെ പള്ളി ഉണ്ടാക്കണോ? അതാണ് പിന്നെ പറയുന്നത് വയതബറകൂന ബിമകാനിഹിം, ഈ സ്ഥലത്തിനൊരു ബർക്കത്തുണ്ട്. അൽ കഹ്ഫിലെ മഹത്തുക്കളുടെ സ്ഥലമാണ്, അതിൻ്റെ ബർക്കത്തുണ്ട്. മറ്റൊരു തഫ്സീറിൽ പറഞ്ഞു നോക്കൂ, വയഅബ്ദുല്ലാഹ ഫീഹി വനസ്തബഖി ആഥാറ അസ്ഹാബൽ കഹ്ഫി ബിസബബി ദാലികൽ മസ്ജിദ്. അവിടെ ആധാർ കൊണ്ട് ബർക്കത്തെടുക്കാനാ. അപ്പോൾ പരിശുദ്ധ ഖുർആനായി പറയുന്ന ആധാറിൽ ബർക്കത്തുണ്ട്. അൽ കഹ്ഫിലെ മഹത്തുക്കളായ ആളുകൾ ആ ഗുഹയിൽ താമസിച്ച സ്ഥലത്ത് നിർമ്മിക്കുന്ന പള്ളിക്ക് ബർക്കത്തുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇവിടെ സ്ഥാപിക്കപ്പെട്ടില്ലേ? ആ മഹത്തുക്കളുടെ ആ പ്രവർത്തനത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നോക്ക് നിങ്ങൾ. ഈ കാഴ്ചപ്പാട് എന്തേ നമുക്ക് അംഗീകരിക്കാൻ വലിയൊരു പ്രയാസം എന്താ? ഈ ബറക്കത്തെടുക്കുക എന്ന ഈ സംഗതി അംഗീകരിക്കാതിരിക്കാൻ നമുക്കെന്താ വലിയ ബുദ്ധിമുട്ട്? മഹാത്മാക്കൾ അതുപോലത്തെ പല അത്ഭുതങ്ങളും കാണിക്കും. അവർ കൊല്ലങ്ങളോളം ഉറങ്ങി പടച്ചറപ്പ് അവർക്ക് കൊടുത്ത് ഉറക്കാൻ, അതൊരു അത്ഭുതമാണ്. അവർ മരിച്ചപ്പോൾ ഇവർ മഹാന്മാരാണ്, ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കണമെന്നാണ് തീരുമാനിച്ച. മഹാന്മാരെ മക്കബറ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ? ഷെയ്ഖിൻ്റെ പള്ളി നമ്മൾ ഉണ്ടാക്കിയില്ലേ? വരക്കലെ പള്ളി നമ്മൾ ഹയാത്താക്കിയില്ലേ? എന്താ അതിൻ്റെ കാരണം? അത് അൽ കഹ്ഫ് സൂറയിൽ കാണിച്ച അതേ മാതൃകത്തിൽ അള്ളാഹു കാണിച്ചെന്ന മാർഗം എന്തുകൊണ്ട് നമുക്ക് സ്വീകരിച്ചൂല? എന്തിനാ അവിടെ ഒരു മക്കാമ്? എന്തിനാ അതിനോടനുബന്ധിച്ചൊരു പള്ളി? ആദ്യം നിങ്ങൾ മക്കാമ് ഉണ്ടാക്കും, പിന്നെ പള്ളി ഉണ്ടാക്കും. എന്തിനാ മക്കാമിനോടനുബന്ധിച്ച പള്ളി? എന്തിനാ അൽ കഹ്ഫ് സൂറയിൽ ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ എന്ന് പറഞ്ഞ എന്തിനാ? എന്തിനാ അവരെ ആ ഗുഹൻ്റെ അടുത്ത് തന്നെ കൊണ്ടിട്ട് ഒരു പള്ളി ഉണ്ടാക്കുന്നതിന്? അള്ളാൻ്റെ ഭൂമി എത്ര വിശാല! ഈ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് പള്ളി ഉണ്ടാക്കേണ്ട കാര്യം എന്താ? അത് തന്നെയാണ് മഹാന്മാർ മരിച്ചെടുത്ത് നമ്മൾ പള്ളി ഉണ്ടാക്കുന്നത്, അവിടെ ഉറൂസ് നടത്തുന്നത്. ഇത് സുന്നത്ത് ജമാഅത്തിൻ്റെ ചര്യല്ലെന്ന് പറയാൻ ആർക്കാ കഴിയുക? അള്ളാഹുവിൻ്റെ ഖുർആൻ അംഗീകരിച്ച മാർഗമല്ലേ അത്? വളരെ വ്യക്തമാണത്. മഹാത്മാക്കൾ ഇന്ന് പലതരം അത്ഭുതങ്ങളും ഉണ്ടാകും. ആ അത്ഭുതങ്ങൾ പലരും അത് പ്രകടിപ്പിക്കും. ആ രീതിയിലുള്ള അത്ഭുതങ്ങൾ ചരിത്രത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. ആ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് പഠിക്കേണ്ടി വരും. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മഹാനവറുകൾ തൻ്റെ മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആളുകൾക്ക് ഇങ്ങനെ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രത്യേക സന്ദർഭത്തിൽ ആ മജ്ലിസിലേക്ക് ഒരാൾ കടന്നു വന്നു. ആ കടന്നു വന്ന ആൾ കടന്നു വന്ന് സദസ്സിലങ്ങിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മറ്റെന്തോ കാര്യം ചർച്ച ചെയ്യുന്നു. ആ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ ആൾ കടന്നു വന്നിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒറ്റയടിക്ക് അയാളെ നോക്കിയിട്ട് പറഞ്ഞു, യദ്ഖുലു അഹദുക്കും വഫി ഐനൈഹി അസറുസ്സിന. ചില ആളുകൾ ഇതാ നിങ്ങളെ സദസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നു, അവരുടെ കണ്ണിൽ വ്യഭിചാരത്തിൻ്റെ ലക്ഷണം ഞാൻ കാണുന്നുണ്ട്. ഈ കടന്നു വന്ന ആൾ അത്ഭുത പരതന്ത്രനായി എഴുന്നേറ്റു, പടച്ചോനെ എങ്ങനെ ഇപ്പം അത് അറിഞ്ഞത്? എന്താണ് സംഭവം? അയാളെ കണ്ണിൽ വ്യഭിചാരത്തിൻ്റെ ലക്ഷണമുണ്ട് എന്ന് വഫി ഐനൈഹി അസറുസ്സിന. ആരാ പറയുന്നത്? ഇവിടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ. ഇയാൾ വന്നത് വേറെ വഴിക്കല്ലേ? അയാൾ വന്ന വഴി ഉസ്മാൻ റളിയല്ലാഹു തആല കണ്ടിട്ടില്ല. വഴിക്കെന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ ആ വ്യക്തിക്ക് അറിയാലോ. ചരിത്രകാരന്മാർ പറയുന്നു, അയാൾ ഇങ്ങോട്ട് പോരുമ്പോൾ അന്നഹു റഅ ഇംറഅതൻ ഫി ത്വരീഖ്, അയാൾ ഈ സദസ്സിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു തആല മജ്ലിസിലേക്ക് വരുമ്പോൾ വഴിയിലൊരു പെണ്ണിനെ കണ്ടിരുന്നു. ആ പെണ്ണിനെ കണ്ടു എന്ന് മാത്രമല്ല ഫതഅമ്മലഹ, നളറ എന്നല്ല പ്രയോഗിച്ച പദം, നളറ നോക്കിയെന്നേ ഉള്ളൂ. തഅമ്മലഹ, അവളെ സൂക്ഷിച്ചൊന്ന് നോക്കി. ആ പെണ്ണിനെ നല്ലോണം അമർത്തി നോക്കി, അവളെ സൗന്ദര്യം ഒപ്പിയെടുത്തിട്ട് അയാൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അയാളെ കണ്ണിൽ വ്യഭിചാരമുണ്ട് എന്ന് ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്. ഇയാൾ വഴിയിൽ വെച്ച് ഒരു പെണ്ണിനെ സൗന്ദര്യം ഒപ്പിയെടുക്കുമാർ അമർത്തി നോക്കിയ വിവരം എങ്ങനെ ഇവിടെ നിൽക്കുന്ന ഉസ്മാൻ തങ്ങൾ അറിഞ്ഞത്? അതെങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് അറിയാൻ കഴിഞ്ഞു? അതാണ് ഇന്നലില്ലാഹി ഇബാദൻ യഅരിഫൂന അന്നാസ ബിത്തവസ്സും.
ജനങ്ങളെ ലക്ഷണം നോക്കിയിട്ട് അവർ കാര്യം പറയും. ഇന്നലില്ലാഹി ഇബാദാ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. യഅരിഫൂന അന്നാസ ബിത്തവസ്സും, അവർ ചില ആളുകളെ ലക്ഷണം നോക്കി കൃത്യമായി കാര്യം പറയും. പറഞ്ഞാൽ വളരെ കറക്റ്റായിരിക്കും. മഹാനായ ശൈഖുന ശംസുൽ ഉലമ പട്ടിക്കാട് കോളേജിൽ പഠിപ്പിക്കുന്ന കാലം, ബഹുമാനപ്പെട്ടവർ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്തൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അറിയുന്ന ആളുകളോട് ചോദിച്ചു നോക്ക്. മഹാനവറുകൾ കോളേജിൽ അസറിൻ്റെ ശേഷം പത്രം വായിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പത്രം വായിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരത്തെ നടത്തത്തിന് പോയ കുട്ടികൾ ഗേറ്റ് കടന്നിങ്ങനെ വരുന്നുണ്ട്. ശൈഖുന കണ്ട് ചെരിഞ്ഞിട്ടൊരു നോട്ടം, ഇങ്ങനെ ഒരു പ്രത്യേക നോട്ടം ഞാൻ കണ്ടിട്ടത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹവുമായി അടുത്ത് ബന്ധപ്പെട്ട ആളുകൾക്കറിയാം. അദ്ദേഹം ചെരിഞ്ഞിങ്ങനെ നോക്കൊരു നോട്ടം, വല്ലാത്തൊരു നോട്ടം. ആ നോട്ടത്തിൽ തൂക്കുമാകെ. ബഹുമാനപ്പെട്ടവർ അങ്ങനെ നോക്കുമ്പോൾ ഗേറ്റ് വരുന്ന പറഞ്ഞ കൂട്ടത്തിൽ ഒരാളുണ്ട്, ഒരു കുട്ടിയോനെ വിളിച്ചുകൂടെ പറഞ്ഞു. അലവി എന്നവൻ്റെ പേര്, ഒതുക്കുങ്ങക്കാരനാണ്. ഒതുക്കുങ്ങൽ സ്വദേശിയെ അലവിനെ വിളിച്ചു. അലവി അടുത്ത് വന്നു. അലവി വന്ന് അലവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കൂടുതൽ വർത്താനൊന്നുമില്ല. നിന്നെവിടെ പറ്റൂല, നിൻ്റെ മുഖലക്ഷണം ശരിയല്ല, പെട്ടെടുത്ത് പോയിക്കോ എന്നുണ്ട്. 3 വാക്ക്, വേറൊന്നും പറഞ്ഞില്ല. നിന്നെവിടെ പറ്റൂല, നിൻ്റെ മുഖലക്ഷണം ശരിയല്ല, പെട്ടെടുത്ത് പോയിക്കോ. പിന്നെ ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ. അലവി പെട്ടിയെടുത്ത് പോയി. അലവി പെട്ടിയെടുത്ത് പോയി എന്ന് മാത്രമല്ല, അലവി അഫ്ദലുൽ ഉലമ പഠിച്ചു. ഏതായാലും അറബി കോളേജിൽ പഠിക്കാൻ കഴിഞ്ഞാൽ അഫ്ദലുൽ ഉലമ പഠിച്ചു, പാസ്സായി. ജോലി സംബന്ധമായ ആവശ്യത്തിന് പണവും മറ്റൊക്കെ വേണമല്ലോ. എങ്ങനെയൊക്കെയോ മിഷണറി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അവരെ വലയിൽ കുടുങ്ങി വിദേശത്ത് പോയി പഠിച്ചു വന്ന് മഞ്ചേരിയിൽ മർക്കസുൽ ബിഷാറ ഉണ്ടാക്കിയ ഫാദർ അലവി ഈ ഒതുക്കുങ്ങൽ അലവിയാണ്. ഇവൻ ഫാദർ അലവിയാകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഗേറ്റ് കടന്ന് വരുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ശംസുൽ ഉലമ എങ്ങനെയാണ് പറഞ്ഞത്? എങ്ങനെ അദ്ദേഹത്തിന് പറയാൻ പറ്റി? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു മിൻ നൂരില്ലാഹ്. മുഖലക്ഷണ ശാസ്ത്രം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. ചില ആൾക്കാരാണ് നോക്കിയാൽ പടച്ചോൻ്റെ നോട്ടായിരിക്കും അത്. ആ നോക്കിയാൽ അവർക്ക് കൃത്യമായിട്ട് സംഗതി കിട്ടും. അത് വളരെ കറക്റ്റ്. അവർ നോക്കിയാൽ പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ട്, ഒരു തർക്കം വേണ്ട. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും മുഹമ്മദ് ബിൻ ഹസൻ തങ്ങളും തമ്മിലൊരു സംഭവം രസകരമായിട്ട് ഇമാം ഖുർത്തുബി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. കിട്ടുകഥയൊന്നല്ല ഈ പറയുന്ന, അടിസ്ഥാനമുള്ള സംഭവങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ മൊത്തത്തിൽ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ആധാരമുണ്ട്. ആധാരത്തിലില്ലാത്തൊരു പണി നമ്മൾ ചെയ്യുന്നില്ല. ആധാരത്തിൻ്റെ പുറത്തുള്ളൊരു പണി സുന്നികൾ എടുത്തിട്ടില്ല. ഇനി ആരെങ്കിലും മക്കബറിൽ പോയി പൂവിട്ടു പൂജിച്ചു, നമ്മളതിന് ഉത്തരവാദിയല്ല. നേരത്തെ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്താൽ ലൗ നദർതും ഇലാ റജുലിൻ ഉഅ്തിയ മിനൽ കറാമാത്തി, കറാമത്തുകൾ ഇഷ്ടം പോലെ നൽകപ്പെട്ടൊരു മനുഷ്യൻ, ഒരുപാട് അത്ഭുത സിദ്ധിയുണ്ട്. ഹത്താ യർതക ഫിൽ ഹവാ, ആകാശത്ത് പറക്കണോ കയറി പോവാ. ഫലാ തഅ്തറു ബിഹി, അവനിൽ വഞ്ചിതനാകണ്ട. ഹത്താ തൻദുറു കൈഫ തജിദുനഹു ഫിൽ അംരി വൻ നഹി വ ഹിഫ്ദുൽ ഹുദൂദി വ അദാഇ ശരീഅ, ശരീഅത്തിന്റെ കാര്യത്തിലും ഹലാൽ ഹറാം പാലിക്കുന്നതിലും വിധിവിലക്കുകൾ അംഗീകരിക്കുന്നതിനുമൊക്കെ അവൻ എങ്ങനെ നോക്കണം. വെറുതെ അവൻ്റെ പിന്നാലെ കൂടണ്ട. എവിടുന്നെങ്കിലും താടിയും തലപ്പാവും വെച്ച് പച്ച ഒല്ലിയിട്ട് വരുന്നവൻ്റെ പിന്നാലെ പോകണ്ടെന്ന് സമത്തന്നെ പറഞ്ഞിട്ടുണ്ട്. അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബൂ യദീദുൽ ബിസ്താമി തങ്ങളുടെ ഫത്വണ്ട് ലോകത്തെ മുഴുവൻ ആലിമ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വെറുതെ വേണ്ടാത്ത ഏർപ്പാട് സമത്ത പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഒരു മക്ബറിലും പൂവിടാനോ പൂജിക്കാനോ സുജൂദ് ചെയ്യാനോ സമത്ത പറഞ്ഞിട്ടില്ല. തെറ്റാണത്, പാടില്ല. അള്ളാഹ്ക്ക് മാത്രമേ സുജൂദ് ചെയ്യാൻ പറ്റൂ. എത്ര വലിയ വലിയാണെങ്കിലും റൗള ഷരീഫ് ചെന്നിട്ട് പോലും സുജൂദ് ചെയ്യാൻ പാടില്ല. പിന്നെ അതിലും വലിയൊരു സുന്നിയുണ്ടോ? എന്താ ഈ പറയുന്നത്? നമ്മൾ തന്നെ ഇവിടുത്തെ പരിഷ്കർത്താക്കൾ. ബാക്കിയുള്ളവർ മുഴുവൻ സമൂഹത്തെ വെറുതെ പേടിപ്പിക്കാനും ഭയപ്പെടുത്താനും തൗഹീദും പറഞ്ഞ് നടക്കല്ലേ ചെയ്യുന്നത്. ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു, തെറ്റിദ്ധരിക്കരുത്. നമുക്ക് നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇമാം ഷാഫി തങ്ങളും മുഹമ്മദ് ബിൻ ഹസൻ തങ്ങളും അന്നഹുമാ കാനാഫി ഫിനാഇൽ കഅബത്തീന, അവർ രണ്ടാളും കഅബത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുക, മസ്ജിദുൽ ഹറാമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. റജുലുൻ അലാ ബാബിൽ മസ്ജിദ്, മസ്ജിദുൽ ഹറാമിൻ്റെ വാതിക്കൽ ഒരാളെ കണ്ടു. ഒരു അന്യനാട്ടുകാരനാ, ഒരുത്തൻ വാതിക്കൽ നിൽക്കുന്നുണ്ട്. ഇമാം ഷാഫി തങ്ങളാണൊന്ന്, വലിയ മഹാനല്ലേ. മുഹമ്മദ് ബിൻ ഹസൻ തങ്ങളാ മറ്റൊന്ന്. മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി തങ്ങൾ തന്നെ ആരാ? വലിയ മഹാപണ്ഡിതനാ. ഇവർ രണ്ടാളും അപ്പുറപ്പുറം നിൽക്കുക. അപ്പോൾ വാതിക്കൽ ഒരാൾ നിൽക്കണം. അപ്പോൾ വലിയ മഹാന്മാർ, നമ്മളിപ്പോൾ ദൂരെ ഒരാളെ കണ്ടാൽ അയാളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ കാലാഹദുഹുമ, ഇവരിൽ ഒരാൾ പറഞ്ഞു, ആരാ പറഞ്ഞെന്ന് വ്യക്തമാക്കിയില്ല. ഒരാൾ പറഞ്ഞു, അറാഹു നജ്ജാർ, നോക്ക് അയാളെ നോക്ക്, അയാളൊരു ആശാരിയാണെന്നാണ് തോന്നുന്നതാണ്. ഒരു ആശാരിയാണെന്നാണ്, ഒരു മുഖലക്ഷണം പറഞ്ഞതാ. ആശാരിയാണ് അവൻ എന്ന് പറഞ്ഞു. അറാഹു നജ്ജാറാ വക്കാലാഹുറോ. മറ്റേ പറഞ്ഞു, ഇമാം ഇങ്ങനെ പറഞ്ഞപ്പോൾ മറ്റേ പറഞ്ഞ എന്താ? ബൽ ഹദ്ദാദൻ, അല്ല അയാൾ കൊല്ലപ്പണിക്കാരനാണ്. ഇമാം ഷാഫി തങ്ങളും മുഹമ്മദ് ബിൻ ഷെയ്ബാനി തങ്ങളുമാണ്. മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി തങ്ങളുമാണ്. മുഹമ്മദ് ബിൻ ഹസൻ തങ്ങളും ഇമാം ഷാഫി തങ്ങൾ ഈ വിഷയത്തിൽ തർക്കിച്ച് നോക്ക്. ഒരാൾ പറഞ്ഞു അത് ഹദ്ദാദാണ്, അഥവാ ഇരുമ്പണിക്കാരനാണ്. മറ്റാൾ പറഞ്ഞു ആശാരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന സംസാരം ഒരു സാധാരണക്കാരൻ കേട്ടു. ഫബാദറ മൻ ഹദറാന്ന, ഫബാദറ മൻ ഹദറ. അവിടെ ഉണ്ടെന്ന് ഒരാൾ വേമ്പോ, ഇതൊരു രസമാണല്ലോ. ഏതിലും ഒരാൾ തോൽക്കുന്ന ഉറപ്പാണ്. ഇത് രണ്ടിലൊരാൾ തോൽക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അയാൾ ഒരാളല്ലേ ഉള്ളൂ. ഒന്നുകിൽ ആശാരി, അല്ലെങ്കിലോ ഇരുമ്പ് പണിക്കാരൻ, രണ്ടിലൊന്നായിരിക്കും.
അപ്പോൾ ഇതിൽ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതാണോ ശരി, മുഹമ്മദ് ഹസൻ തങ്ങൾ പറഞ്ഞാണോ ശരി, ആരതാ ഉഷാർ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു രസത്തിന് വേണ്ടി ബാദറമൻ ഹദറ ഇല റജുൽ എന്നാ അവിടെ ഉണ്ടെന്ന് ഒരാൾ ഈ ആളത്ത് ഓടിച്ചെന്ന് വാതിക്കൊക്കെ വേഗം ചെന്ന് ഓടിച്ചെന്നിട്ട് ചോദിച്ചു, ഈ ആരാന്ന് ചോദിച്ചു, എന്താ നിങ്ങളെ ജോലി എന്ന് ചോദിച്ചു, നിങ്ങളെ ജോലി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഷാരിഖിൽ പറയുന്നതെന്നറിയോ, അയാൾ പറഞ്ഞു വക്കാല, അയാൾ പറഞ്ഞു കുന്തു നജ്ജാറ, ഞാനൊരു ആശാരിയായിരുന്നു, അനൽ യോമ ഹദ്ദാദ, ഇവിടെ ഞാൻ കൊല്ലപ്പണിക്ക് വന്നതാണ്. രണ്ടും ശരിയായി പോയോ എന്നല്ല, എന്താ ഈ സംഭവം വളരെ വ്യക്തമായി താരീഖിൽ പറയുന്നുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ ഉദ്ധരിച്ച സംഭവം നോക്കുങ്ങൾ, രണ്ടും ശരിയായിപ്പോൾ എന്താ കുഴപ്പം? അതാണ് ശരിക്കും മുഖലക്ഷണ ശാസ്ത്രം എന്ന് പറയുന്ന സംഗതി. ഇത് നോക്കിയാൽ കണ്ട് രണ്ടാക്കും പഴിച്ചിട്ടില്ല. അസുലിൽ അയാൾ ശരിക്കാരാ കൊല്ലപ്പണിക്കാരൻ, അയാൾ കൊല്ലപ്പണിക്കാരനല്ല. പക്ഷേ ഇവിടെ അയാൾ ഇപ്പോൾ ചെയ്യുന്ന പണി കൊല്ലപ്പണിയാണ്. ഒരാൾ ഇപ്പോൾ അയാൾ ചെയ്യുന്ന പണി കണ്ടു, ഒരാൾ അയാൾ അസുൽ തൊഴിലും കണ്ടു, രണ്ടും ഒന്ന് തന്നെയാണ്, മുഖത്ത് രണ്ടുണ്ട്. അപ്പോൾ രണ്ടും നോക്കി വായിച്ചു, എന്താ അപ്പോൾ ഇതിൽ കുഴപ്പമുള്ളത്? ഇതൊന്നും നടക്കൂല എന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം എന്താ നമ്മൾ പറയേണ്ടത്? ഇനി അതിലും ഗൗരവമുള്ളൊരു സംഭവം നോക്ക് നിങ്ങൾ. അബൂ സഈദുൽ ഖറാസ് എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ, ഒരു സൂഫിയാണ്. അയാളിൽ നിന്ന് ഉദ്ധരിക്കാൻ നല്ല സൂഫിയായ മനുഷ്യനാണ്. ആ സൂഫിയായ മനുഷ്യനിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇഹ്യാ ഉലൂമുദ്ദീനിൽ ബഹുമാനപ്പെട്ട ഇമാം വസാലി തങ്ങൾ എഴുതിയിട്ടുണ്ട്. വസാലി ഇമാം തങ്ങൾ എന്താ മഹാനല്ലേ? വസാലി ഇമാം തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ എഴുതിയ സംഭവം ഞാൻ പറയുന്നത്. ഇഹ്യയിൽ വസാലി ഇമാം പറയുന്നു, ഈ അബൂ സഈദുൽ ഖറാസ് എന്ന് പറയുന്ന ആൾ പറയാണ്, ദഖൽത്തുൽ മസ്ജിദ് അൽ ഹറാം, ഞാനൊരു ദിവസം മസ്ജിദുൽ ഹറാമിലേക്കാണ് കയറി ചെന്നു. പറയുന്നതാണ് അബൂ സഈദുൽ ഖറാസ് തന്നെ പറയാൻ, ഞാനൊരു ദിവസം മസ്ജിദുൽ ഹറാമിലേക്ക് കയറി ചെന്നു. ഫറഅയ്തു ഫഖീറൻ അലൈഹി ഖിർഖത്താനി, ഖിർഖത്താനി എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടം തുണി എന്നാണ്, രണ്ട് കഷ്ണം തുണി, കീറത്തുണി, ഒരു കീറ കഷ്ണം തുണി കൊടുത്ത ഒരു ഫക്കീറിനെ ഞാൻ കണ്ടു മസ്ജിദുൽ ഹറാമിൽ. ഞാൻ മസ്ജിദുൽ ഹറാമിലേക്കാണ് കയറുക. മസ്ജിദുൽ ഹറാമിലേക്ക് ഞാനാണ് കയറുന്ന സമയത്ത് രണ്ട് കഷ്ണം തുണി മാത്രം എടുത്തിട്ട് തനി ഫക്കീർ, അവനെ കണ്ടാൽ തന്നെ അറിയാം ഒന്നാം തരം ഫക്കീറാണ്. അയാളെ ഞാൻ കണ്ടു. അയാളെ കണ്ടപ്പോൾ കുൽത്തു ഫീ നഫ്സി, ഞാൻ സ്വയം പറഞ്ഞു, ആരോടും അല്ലട്ടോ, എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് അതിൻ്റെ അർത്ഥം. പള്ളിയിലേക്കാണ് കടന്നപ്പോൾ, പള്ളിയിലേക്ക് അങ്ങോട്ട് കടന്നപ്പോൾ പള്ളിയിൽ ഒരു ഫക്കീറായ മനുഷ്യനെ കണ്ടു. ആ ഫക്കീറായ മനുഷ്യനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി, കുൽത്തു ഫീ നഫ്സി ആണ് ഞാൻ കൽബിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹാദാ വ അഷ്ബാഹു കെല്ലുൻ അലന്നാസ്, ഇവനും ഇവനെപ്പോലത്തെ ആൾക്കാരൊക്കെ മനുഷ്യന്മാർക്ക് വലിയ ഭാരമാണല്ലോ. കാരണം ഈ ജാതി ഫക്കീറന്മാർ നമ്മൾ ഏറ്റെടുത്ത് പൈസയും കൊടുത്ത് നടത്തേണ്ടി വരും, വലിയ ബുദ്ധിമുട്ടായല്ലോ ഞങ്ങളെ കൊണ്ടുവന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഫക്കീറന്മാരുണ്ടായ മനുഷ്യന് വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്ന് മനസ്സ് പറഞ്ഞു. ഇതാണ് പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും അയാൾ കേൾക്കെ പറഞ്ഞിട്ടില്ല, അയാളെ കേൾക്കെ പറഞ്ഞിട്ടില്ല. അയാൾ ഇങ്ങോട്ട് നോക്കുന്നില്ല, ദൂരെ ഇങ്ങനെ അയാളെ കാണുകയാണ്. അയാളും ഈ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ പോലും കേൾക്കൂല, അത്ര ദൂരത്താ. പക്ഷെ മനസ്സിലേ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ തിരിഞ്ഞു. അയാളിങ്ങോട്ട് തിരിഞ്ഞു എന്ന് മാത്രമല്ല, ഫനാദാനി, ഇന്നെ വിളിച്ചു, എന്നെ വിളിച്ചു, ഇവിടെ വാറിന് വിളിച്ചു എന്ന് മാത്രമല്ല, ഞാൻ അടുത്ത് ചെന്നപ്പോൾ എന്താ പറഞ്ഞത്? അയാൾ എന്നെ അടുത്ത് നിർത്തിയിട്ട് ഒരൊറ്റ അവകാല അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് മാത്രം ഓതി. എന്താ ഓതിയത്? വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഖദറൂഹ്. അതാണ് പറഞ്ഞിട്ടോ, അത് പറഞ്ഞ് അയാളിന് പോവുകയും ചെയ്തു. എന്താ പറഞ്ഞത്? വഅലമു, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്ന വാചകം. ഇയാൾ അബൂ സഈദുൽ ഖറാസിനെ വിളിച്ചിട്ട് ഒരു ആയത്താണ് ഓതി കൊടുത്തു. ഇയാളിന് പോയി എന്താ ആയത്ത് ഓതിയത്? വഅലമു, നിങ്ങളറിയണം, അന്നല്ലാഹ യഅലമു, പടച്ചറബ് വ്യക്തമായി അറിയുന്നവനാണ്, മാ ഫീ അൻഫുസികും, നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കുന്നത് മുഴുവൻ പടച്ചറബ് അറിയും. ഫഅദറൂഹു, പടച്ചോനെ പേടിക്കണേ. എന്താണ് ആ വാക്ക്? ഇത് പറഞ്ഞ അയാൾ പോയി എന്ന് മാത്രമല്ല, അയാളെ കാണാനില്ല. ഞാൻ ആകെ പേടിച്ചു പോയി. അബൂ സഈദുൽ ഖറാസ് പറഞ്ഞു, ഞാൻ ആകെ പേടിച്ചപ്പോൾ ഫസ്തഗ്ഫർതു ഫീ നഫ്സി ഫസ്തഗ്ഫർതുല്ലാഹ ഫീ സിർരി, ഞാൻ രഹസ്യമായി പടച്ചോനോട് ഇസ്തിഗ്ഫാർ, പടച്ചോനെ തെറ്റിപ്പോയി എൻ്റെ അടുത്ത്, അയാളെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, നല്ല മനുഷ്യൻ, ഞാൻ മനസ്സ് കരുതി അയാൾ മനസ്സിലാക്കിയല്ലോ. അയാൾ എന്നിട്ടാണല്ലോ അള്ളാഹ് നിങ്ങളെ മനസ്സിൽ ഉദിക്കുന്ന അറിയുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു പോയത്. അതുകൊണ്ട് ഞാൻ അയാളോട് ചെയ്ത് തെറ്റായിപ്പോയി, മാപ്പ് പറയാൻ നോക്കുമ്പോൾ അയാളെ കാണാനില്ല. ഏതായാലും ഞാൻ ആ മനുഷ്യനെക്കുറിച്ച് അങ്ങനെ മനസ്സിൽ കരുതിയതിന് വല്ലാതെ തൗബ ചെയ്തപ്പോഴോ അയാളതാ വീണ്ടും തിരിച്ചു വന്നു. നേരത്തെ തന്നെ വിളിക്കുക ചെയ്ത്, അപ്പോൾ അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടോ, എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ വേറൊരു ആയത്ത് ഓതി. എന്താ? ഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി, അള്ളാഹു അവൻ്റെ അടിമകളിൽ നിന്ന് എല്ലാ തോബയും സ്വീകരിക്കുന്നു പറഞ്ഞു. തുമ്മ ഓബ അന്നി, പിന്നെ അയാൾ മറിഞ്ഞു, വല മറഹു, പിന്നെ അയാളെ കണ്ടില്ല. അബൂ സഈദുൽ ഖറാസ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു. വസാലി ഇമാം ഇങ്ങനെ പറയുമ്പോൾ, വസാലി ഇമാം മോശക്കാരനാ? ഇതെങ്ങനെ ഇയാളെ മനസ്സിലുള്ള കാര്യം അയാൾ അറിഞ്ഞ എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ പറ. അതിനൊന്നും മറുപടി കണ്ടെത്താൻ കഴിയില്ല. അതിനൊന്നും നമുക്ക് മറുപടി കണ്ടെത്താനോ അതിനൊന്നും നമുക്ക് പരിഹാരം കണ്ടെത്താനോ കഴിയില്ല. ഇത് അള്ളാഹിൻ്റെ ദീനാണ്. അതിനൊരൊറ്റ മറുപടിയുള്ളൂ. എന്താ അത്? വലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം ലനദറൂ ഇലാ മലകൂതിസ് സമാ. പിശാചുക്കൾ, പൈശാചിക ആധിപത്യം ശരിക്കും മനുഷ്യൻ്റെ മനസ്സിലില്ലാതെ പോയാൽ, നമ്മളെ മനസ്സിൽ പിശാചുകൾ വട്ടമിട്ട് പറക്കാതിരുന്നാൽ, നമ്മളെ കൽബിന് പൈശാചിക ബാധ ഏൽക്കാതിരുന്ന, നമ്മളെ കൽബ് ശുദ്ധമായാൽ, ലനദറൂ ഇലാ മലകൂതിസ് സമാ,
ആകാശ ലോകത്തിൽ നമുക്ക് നോക്കി കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. ലൗഹിൽ ഇങ്ങനെ എഴുതി നോക്കി വായിക്കാൻ പറ്റും. ഇവിടെ സംഭവിക്കാൻ പോണൊക്കെ അവിടെ ഇങ്ങനെ കാണും. ആർക്കാ കാണുക? കൽബിന് തെളിച്ചുള്ള ആൾക്കാർക്ക്, അല്ലാത്തവർക്ക് കാണൂല. വെറുതെ അങ്ങനെ നോക്കി നിന്നിട്ട് കാണൂല എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട വിധം പഠിക്കണം, പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കണം എന്നതിൻ്റെ അർത്ഥം. ഓരോന്നിനോരോ പ്രയോഗം ഉണ്ടല്ലോ, ഓരോ പ്രയോഗങ്ങൾ, ഓരോ പഠനങ്ങൾ. പണ്ട് ഇവിടുന്ന് മദ്രസ പഠിച്ചു തന്ന കുട്ടി അവിടെ കച്ചവടത്തിന് എന്ന കഥ പറയാറുണ്ട്. ഗൾഫിൽ കച്ചവടത്തിന് എന്നിട്ട് അറബി വന്നിട്ട് തർക്കിച്ചു. അറബി സാധനങ്ങൾക്ക് തർക്കിച്ചപ്പോൾ അറിയുന്ന മാതിരിയൊക്കെ പറഞ്ഞു. ഏതായാലും വിലയിൽ തർക്കിച്ച് അറബി ചൂടായി പുറത്തിറങ്ങിപ്പോയി. അറബികൾ അങ്ങനെ ചൂടായിപ്പോയി അറബി. പിന്നെ തിരിച്ചു വന്ന് ആഹിർ കലാം എന്ന് പറഞ്ഞവനോട്, ആഹിർ കലാം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റേറ്റാണ്, അറബിയുടെ സ്വഭാവമാണ്. അറബികൾ അങ്ങനെ പറയാം. അവിടെ ആഹിർ കലാം എന്ന് പറഞ്ഞവനോട് കുറച്ച് ദേഷ്യത്തിൽ ഇവൻ പേടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കെലിമൻ ചൊല്ലി കൊടുത്തു. ആഹിർ കലാം പിന്നെ അതാണല്ലോ. അത് പ്രയോഗിക്കേണ്ട സംഗതി അത് തന്നെയാണ്, പക്ഷേ പ്രയോഗിക്കേണ്ട സ്ഥലത്തല്ലല്ല പ്രയോഗം. ഓരോ സംഗതിക്കും പ്രയോഗിക്കേണ്ട ചില പ്രയോഗങ്ങളുണ്ട്, അതിൻ്റേതായ ചില സന്ദർഭങ്ങളുണ്ട്. അവിടെ പറയേണ്ടത് അവിടെ പറയണം. അതാണല്ലോ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന സ്ഥലത്ത് നിന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ നമ്മളോട് പറഞ്ഞു. നമ്മുടെ കൽബ് ശുദ്ധമായ സംഗതിയൊക്കെ കാണും. നമുക്ക് കാണാത്തതിന് വേറൊരു കുറ്റം പറയേണ്ടതാ? നമുക്കെന്തേ പറ്റിയത്? നമുക്ക് പറ്റിയെന്താ? ഖുർആൻ പറഞ്ഞു കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മുടെ കൽബിലാകെ കറ പുരണ്ടു. അതന്നെ നമ്മുടെ കൽബിൽ കറ പുരണ്ടു. നമ്മൾ പറയുന്ന വാക്കുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, ഇത് തലക്കൗനഹൂബി അൽസിനത്തിക്കും വതഖൂലൂന ബി അഫ്വാഹിക്കും. നിങ്ങൾ ഉച്ചരിക്കുന്നതും നാവ് കൊണ്ട് പറയുന്നതും ഒക്കെ ഉണ്ടല്ലോ. മാ ലൈസ ലക്കും ബിഹി ഇൽമു. നിങ്ങൾക്ക് വിവരമില്ലാത്ത എത്ര കാര്യം നിങ്ങൾ പറയാറുണ്ട്. കേൾവികൾ എത്ര നിങ്ങൾ പറയാറുണ്ട്, സത്യം നോക്കാതെ പറയാറുണ്ട്. വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അദീം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ പറയുന്നു വതഹ്സബൂനഹു ഹയ്യിന. നിങ്ങൾ ആ സംഗതിയൊക്കെ അവിടെ ലളിതമായി കാണുന്നു. വഹുവ ഇൻദല്ലാഹി അദീം. അത് അള്ളാഹുവിങ്കിൽ വളരെ ഗൗരവമുള്ള സംഭവമാണ്. പടച്ച റബ്ബെങ്കിൽ അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. അപ്പോൾ അത് വലിയ ഗൗരവമുള്ള സംഗതിയല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ എന്താ? നമ്മളെ കൽബിന് സീൽ വെച്ച വതുബി അലാ ഖുലൂബിഹിം ഫഹും ലാ യഫ്ഖഹൂൻ. വതുബി അലാ ഖുലൂബിഹിം, ഹൃദയത്തിന് സീൽ വെക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പ്രവർത്തന ഫലമായിട്ടേ. നമ്മുടെ പ്രവർത്തന ഫലം നല്ല ഹൃദയം തന്നെ അങ്ങനെയാണല്ലോ. തസൂഫിൻ്റെ കിതാബിൽ കാണാം ലാ യുകാസു സുജാജുൻ നാഫിദത്തി ബി സുജാജിൽ മുജ്ഹിരീൻ. മുജ്ഹിർ എന്ന് പറഞ്ഞാൽ എന്താ? മുജ്ഹിർ എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പ്. ജനലിൻ്റെ ഗ്ലാസും മൈക്രോസ്കോപ്പിൻ്റെ ഗ്ലാസും ഗ്ലാസ് തന്നെയാണ്. പക്ഷേ രണ്ടും തുല്യം ചെയ്യാൻ പറ്റൂല. ജനലിൻ്റെ ഗ്ലാസ് കൂടെ നോക്കിയാൽ ഉള്ളതും കാണൂല, മൈക്രോസ്കോപ്പ് നോക്കിയാൽ കാണാത്തതും കാണും. അതന്നെ മഹാന്മാരെ കൽബും നമ്മളെ വ്യത്യാസം പറഞ്ഞു കൊടുത്ത് പറഞ്ഞതാണത്. വലിയ മഹാന്മാരെ കൽബും കൽബ് തന്നെയാണ്, നമ്മളെ കൽബും കൽബ് തന്നെയാണ്. പക്ഷേ നമ്മളെ കൽബ് കൂടെ നോക്കിയാൽ ചിലത് കണ്ടില്ല എന്ന് വരും. മഹാന്മാരെ കൽബുകൊണ്ട് നോക്കിയാൽ കാണും. ആ രണ്ടും വ്യത്യാസമുണ്ട്. അത് വളരെ പ്രധാനമല്ലേ? ആ മഹാന്മാർക്ക് അതല്ലേ ശംസുലമക്ക് ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റിയത് അലവി ഫാദർ ആവും എന്നുള്ളത് നോക്കിയാൽ കണ്ടല്ലോ. അവനെക്കുറിച്ച് ശൈഖുന ശരിക്കത് പറഞ്ഞല്ലോ. ഇതുപോലെ എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമയുടെ ബഹുമാനപ്പെട്ട ഒരു പെരുങ്ങത്തൂർ ചെന്നിട്ട് ദർസുൽ കാണത്ത് ചെന്നിട്ട് അലിയുൽ കൂഫി തങ്ങൾ ഇരുന്ന സ്ഥലം മനസ്സിലാക്കിയല്ലോ. പള്ളിയിൽ പടങ്ങനെ നീക്കി നോക്കിയിട്ട് ഒരു പൊട്ടുള്ള സ്ഥലം എങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയത്? ബഹുമാനപ്പെട്ട ഒരു പെരുങ്ങത്തൂരിൽ ദർസുൽ കാണാൻ ചെയ്യാൻ പോയ കഥ പെരുങ്ങത്തൂർക്കാർ പറയുമല്ലോ. പെരുങ്ങത്തൂർ മക്കാമിൽ സിയാറത്ത് ചെയ്തിട്ടാണ് ദർസുൽ കാണാൻ ആരംഭിക്കുന്നത്. മക്കാമിൽ സിയാറത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ശൈഖുന പറഞ്ഞു എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞു. മക്കാമെന്ന് എല്ലാവരും പുറത്താക്കി വാതിലടച്ച മക്കാമിൻ്റെ ഉള്ളിൽ അവിടെ ഇരുന്നു. കുറേ സമയം ശൈഖുൻ അവിടെ ഇരുന്നു. റൂഹുകൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. മഹാനവറുകൾ അവിടെ ഇരുന്നു. തിരിച്ചു വന്ന് പള്ളിയിൽ കയറി ഒരു പ്രത്യേക സ്ഥലത്ത് പടം ഒന്ന് നീക്കി നോക്കി. പഴയ തറയിൽ ഒരു ചെറിയ അടയാളുണ്ട്. അവിടെ ഇരുന്ന് ദ്വാരന്നിട്ട് ദർസുൽ ഗാനം ചെയ്തു. ബഹുമാനപ്പെട്ട ഒരു പിന്നെ പറഞ്ഞു കൊടുത്ത ആൾക്കാർ ചോദിച്ചു എന്താ സ്ഥലത്തിൻ്റെ പ്രത്യേകത? മഹാനായ അലിയുൽ കൂഫി തങ്ങൾ ഇരുന്നിരുന്ന സ്ഥലമാണത്. ആ സ്ഥലം ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മക്കാമിൽ ഇരുന്നത്. അത് കൽബിൻ്റെ ഒരു തെളിച്ച. അത് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അത് കൽബിൻ്റെ ഒരു തെളിച്ചമാണ്. അതൊക്കെ സംഭവ്യങ്ങളാണ്. അതൊക്കെ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എന്തിനാണ് നമ്മളത് മറച്ചു വെക്കുന്നത്? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ചരിത്രത്തെ വെച്ച് നോക്കി നിങ്ങൾ എത്ര അനുഭവങ്ങളുണ്ട്. രോഗികളായി ചെന്ന ആളുകൾക്ക്, ഹൃദ്രോഗമുള്ള ആളുകൾക്ക് വെള്ളം കൊടുത്തിട്ട് അപ്പടി നിന്ന സംഭവം. പൂക്കോയത്തങ്ങളെ കറാമത്തുകൾ എന്തൊക്കെ അത്ഭുതങ്ങൾ പറയാണ്ട്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ സംബന്ധിച്ച് ഇതുപോലത്തെ നിരവധി അനുഭവങ്ങൾ നിങ്ങൾ പോയി നോക്ക്. പരതക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പരതക്കാട് എന്ന് പറയുന്ന ഇടവണ്ണപ്പാറക്ക് അടുത്ത നാടാണ്. സാധാരണ മഹാന്മാർക്ക് അടുത്ത നാട്ടിൽ മഹത്വം ഉണ്ടാവാറില്ലല്ലോ. പക്ഷേ കണ്ണിയത്തിന് അങ്ങനെയല്ല. മുറ്റത്തെ മുല്ലക്ക് മണമുണ്ട്. പരതക്കാട് ബഹുമാനപ്പെട്ടവരെ ഒരിക്കൽ ഒരു പരിപാടി കൊണ്ടുവന്നു. മഴയില്ലാത്ത സമയത്ത് ദ്വായൊക്കെ കഴിഞ്ഞു. ആൾക്കാരൊക്കെ എഴുന്നേറ്റു. കണ്ണിയത്ത് ഉസ്താദ് ദ്വാ കഴിഞ്ഞൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ നീച്ചപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, പടച്ചോനെ ഞാൻ അന്നെ കണ്ട് ദ്വാ ചെയ്താൽ മഴയാണ് പെയ്ക്കാതെ അഹമ്മദ് ഇവിടുന്ന് നീക്കൂലാർ. മൈക്ക് ഓഫാക്കിയിരുന്നില്ല. അതെല്ലാവരും കേട്ടുപോയി. മൈക്ക് ഓഫാക്കിയിരുന്നില്ല, എല്ലാവരും കേട്ടുപോയി. പടച്ചോനെ ഞാൻ അന്നെ കണ്ട് ദ്വാ ചെയ്തതാണ്,
മഴ കിട്ടാതെ അഹമ്മദ് ഇവിടുന്ന് നീക്കൂലാണ്. അത് മനസ്സ് പറഞ്ഞതാണ്. പക്ഷേ കണ്ണീത്ത് കുറച്ച് ഉറക്കെ പറഞ്ഞാൽ ആ കേട്ടുപോയി. കേട്ടത് കൂടി ആൾക്കാർ അവിടെ ഇരുന്നു. കണ്ണീത്ത് നീക്കണില്ല, ആൾക്കാരും നീക്കണില്ല, ആ കുടുങ്ങിയല്ലോ. മഴ പെയ്യാൻ വശലാവുമല്ലോ. ബഹുമാനപ്പെട്ട കണ്ണീത്ത് അവിടെ ഇരിക്കാൻ ഇരുന്നിട്ട് എന്തൊക്കെയോ ചെല്ലുന്നുണ്ട്. പിന്നെ മെല്ലെ ചെല്ലാണ്, മൈക്കൊക്കെ ഓഫാക്കി. ആളുകളൊക്കെ അന്തം വിട്ടു. കണ്ണീത്ത് നീക്കൂലേ, ബേജാറായി. പെട്ടെന്നതാ ഒരു കാറ്റും കൂളും, മഴ നന്നായി തകർത്ത് പെയ്തു. മഴ കൊണ്ടിട്ട് ആ കൗമ മുഴുവൻ നീച്ചു പോയത്. മഴ കൊണ്ടിട്ട് എല്ലാവരും നീച്ചു പോയത്. പരതക്കാട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആൾക്കാരത് പറയും. അന്വേഷിച്ച് നോക്കി പോയിട്ട് പരതക്കാട് അത്ര ദൂരം എന്നല്ല, കൊണ്ടോട്ടിക്കപ്പുറത്താ. പടച്ചവനെ അന്നെ കണ്ടിട്ടാണ് ഞാൻ ദ്വാരുന്നത്. മഴ പെയ്തിട്ട് അഹമ്മദ് ഇവിടുന്ന് നീക്കും ധൈര്യത്തിൽ പറയാൻ എങ്ങനെ പറ്റുക? അതൊരു സംഭവമല്ലേ? ഈ മഹാനാണ് സമത്വ കേരള ജമിയത്തുലമയെ നയിച്ചത്. നിങ്ങൾ ഓർക്കണം. ആ മഹാന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഫലിക്കും. അവർ മരിച്ചാലും അവരെ കബറിൽ ചെന്ന് പറഞ്ഞാൽ അവരറിയും. ഇപ്പോഴും എത്ര മഹാന്മാരായ ശിഷ്യന്മാർ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ കബറിൽ ചെന്നിട്ട് സങ്കടം പറയുന്നു, സങ്കടം തീരുന്നു. എത്ര അനുഭവങ്ങളുണ്ട്, വൈയക്തികമായ അനുഭവങ്ങൾ. നമുക്കൊക്കെ എന്തൊക്കെയുണ്ട്? ചില പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത്, സംഘടനാപരമായ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അവിടെ ചെന്ന് നമ്മൾ മര്യാദക്കൊന്ന് സിയാറത്ത് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കുകയോ ചിന്തിക്കുകയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യുന്നൊരു വഴി പറഞ്ഞു തരും. പിന്നെ ഒരുത്തനും പേടിക്കണ്ട, വെച്ച കാലം പിന്നോട്ട് വെക്കേണ്ട കാര്യമില്ല. എത്ര വലിയോനാണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല, പേടിച്ചിട്ടില്ല. അതിനൊരു പറക്കത്ത് കിട്ടും. അത് ആ രീതിയിൽ ചെന്ന് നോക്കണം. നിങ്ങൾ ചെന്ന് നോക്ക്. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അനുഭവിച്ചവർക്ക് അതിൻ്റെ ഓരോന്ന് തോന്നും. അതൊക്കെ ആ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ ആളുകളായിരുന്ന മഹത്തുക്കളായ അവർ നമുക്കതിനൊരു വഴി കാണിച്ചു തരുന്നൊരു ഉറപ്പ് നമുക്ക് വേണം. പെരുവണയിലൊരു മദ്രസ പോയപ്പോൾ വക്കീലിന് സ്വപ്നം കാണിച്ചില്ലേ അദ്ദേഹത്തെ? കേസ് ഇന്ന രീതിയിൽ നടത്തണമെന്ന് പറഞ്ഞില്ലേ കൃഷ്ണൻ നായരോട്? അതൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമയുടെ കറാമത്ത. ഇതൊക്കെ സംഭവം. മരിച്ചാൽ കഴിഞ്ഞു എന്ന് വിശ്വസിക്കരുതേ. ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ കഴിഞ്ഞു എന്ന് വിശ്വസിക്കരുത്. കാരണം എന്താ? മയ്യത്ത് കബറടക്കി പോന്ന നാടൻ മയ്യത്താണെങ്കിലും ശരി, ഇന്നൽ മയ്യത്തലയസ്മഉ ഖഫ്കൻ അലൈഹിം ഇദാ വല്ലഹു മുദ്ബിരീൻ. നിങ്ങൾ കബറിൽ നിന്ന് തിരിഞ്ഞു പോരുമ്പോൾ, കണ്ണമറമ്പ് കബറടക്കിന് പോരുമ്പോൾ നിങ്ങളെ ചെരുപ്പിൻ്റെ ശബ്ദം കബറാളി കേൾക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേൾക്കും. എന്തിനാ തർക്കം? എന്നിട്ട് ബാപ്പാൻ്റെ കബറിങ്ങൊക്കെ പോണ്ടാന്ന് പറയും, സുന്നത്തിയമായത്ത് പറയും പോകണം. നമ്മൾ പറയാൻ കാരണം എന്താ? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് ഇബ്നു അബ്ബാസ് തങ്ങൾ ഉദ്ധരിച്ച ഹദീഥ. ആരാ ഇബ്നു അബ്ബാസ് തങ്ങൾ? റഈസുൽ മുഫസ്സിരീന. ഇബ്നു അബ്ബാസ് തങ്ങൾ ഉദ്ധരിച്ച ഹദീഥ് എന്താ? മാ മിൻ അഹദിൻ യമുറു ബി ഖബരി അഖീഹിൽ മുഅ്മിനി. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ കബറിൻ്റെ അടുത്ത് കൂടെ ആരും നടന്നു പോയിട്ടില്ല. കാന യഅരിഫുഹു ഫി ദുനിയ. ദുനിയാവിൽ അവർ തമ്മിൽ അറിയുമെങ്കിൽ ഫയുസല്ലിമു അലൈഹി, എന്നിട്ട് സലാം പറഞ്ഞാൽ ഇല്ലാ അറഫഹു വറദ്ദ അലൈഹി സലാം, തിരിച്ചറിഞ്ഞ് സലാം മടക്കിയിട്ടല്ലാതെ നിങ്ങൾ അവിടുന്ന് പോകില്ലാന്ന്. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളൊരു കബറിൻ്റെ അടുത്ത് സലാം പറഞ്ഞാൽ ദുനിയാവ് നിങ്ങൾ അറിയുന്ന ആളാണെങ്കിൽ ഇല്ലാ അറഫഹു വറദ്ദ അലൈഹി സലാം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കബറാളി ഈ വന്ന ആളിൻ്റെ ഇന്ന ആളാന്ന് തിരിച്ചറിഞ്ഞ് സലാം മടക്കുന്ന ആ വാപ്പാൻ്റെ കബറിങ്ങ മകൻ പോയാൽ അറിയില്ലേ? ആര് പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറയും. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു അറിയുന്നു, അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇവർ പറയുന്നു അറിയില്ല. ആരെ വിശ്വസിക്കേണ്ടത്? നിങ്ങൾ ചിന്തിക്ക്. സുന്നത്തിയമായത്ത് പറയുന്നു ഇബ്നു അബ്ബാസ് തങ്ങൾ ചെയ്താണ് ശരിയെന്ന്. ഇനി ഇപ്പോഴും സൗദിയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചരിത്ര സംഭവം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്ക്. ഇപ്പോഴും സൗദി അറേബ്യയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചരിത്ര പുസ്തകങ്ങളിൽ കിട്ടുന്ന ആ മക്കയുടെയും മദീനയുടെയും ഒക്കെ താരീഖ് പറയുന്ന സംഭവത്തിലുണ്ട്. നൂറുദ്ദീൻ രാജാവ് എന്ന് പറയുന്ന നൂറുദ്ദീൻ മഹമ്മൂദ് രാജൻ ഹിജറ 557 ചരിത്രമാണ്. ഇപ്പോഴും സൗദി അറേബ്യയിൽ വിതരണം ചെയ്യുന്ന ബുക്ക്ലെറ്റുകളൊക്കെ കാണാൻ പറ്റും. അതായത് പരിശുദ്ധ മദീനയുടെ ചരിത്രം എഴുതിയ ഏത് പുസ്തകമുണ്ടോ ആ പുസ്തകത്തിൽ ചരിത്രം ഉണ്ടാവും, ബോധപൂർവം ഒഴിവാക്കിയാലല്ലാതെ. ഹിജറ വർഷം 557 ഷാമിലെ നൂറുദ്ദീൻ രാജാവ് ഒരു ദിവസം 3 വട്ടം സ്വപ്നം കണ്ടു. ഒരു ദിവസം 3 വട്ടം സ്വപ്നം. എന്താ സ്വപ്നം? നൂറുദ്ദീൻ രാജാവ് കണ്ട സ്വപ്നം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറുദ്ദീൻ രാജാവിൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വരികയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിനെ പിന്നെ വേറെ രൂപത്തിൽ കാണാൻ കഴിയില്ലല്ലോ. പിശാച് ഒരിക്കലും ആ കോലത്തിൽ വരുമല്ലോ. നൂറുദ്ദീൻ രാജാവ് സ്വപ്നത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിനെ കാണുകയാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങളെ നൂറുദ്ദീൻ രാജാവ് സ്വപ്നത്തിൽ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ രാജാവിനോട് പ്രവാചകർ പറയാണ്, തവിട്ട് നിറത്തിലുള്ള 2 ആളുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഈ 2 പേരുടെ ശല്യത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അള്ളാഹ് റസൂൽ ഇങ്ങട്ടാ പറയണത്. വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും, പക്ഷേ താരീഖിൽ വളരെ വ്യക്ത. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് മരിച്ചുപോയി കൊല്ലത്ര കഴിഞ്ഞിട്ട് ഹിജറ ഈ വർഷം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ രാജാവ് 3 വട്ടം ഈ സ്വപ്നം ആവർത്തിച്ചപ്പോൾ എഴുന്നേറ്റു, ചാടി എഴുന്നേറ്റു. ഇനി നിൽക്കാൻ പറ്റൂല. മന്ത്രിനെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മന്ത്രി നല്ല മതഭക്തനായ പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു. അയാളുടെ പേര് താരീഖിലുണ്ട്, ജവാദുൽ ഇസ്ഫഹാനി എന്നതിൻ്റെ പേര്. മറ്റൊരു പേരും അയാൾക്കുണ്ട്, ജമാലുദ്ദീൻ മൗസിലി എന്ന് പറയുന്നുണ്ട്. ജമാലുദ്ദീൻ മൗസിലി എന്ന ജവാദുൽ ഇസ്ഫഹാനി എന്നാണ് താരീഖിൽ കാണുന്നത്. വളരെ വ്യക്തമായി ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. താരീഖ് മസ്ജിദുൻ നബവിയിൽ ഈ സംഭവം കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട ഈ മന്ത്രി ഈ സംഭവം രാജാവ് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു, മദീനയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, നമ്മൾ ഉടനെ അവിടെ എത്തണം. അതാണ് ഈ സ്വപ്നത്തിൻ്റെ സൂചന എന്ന് പറഞ്ഞു. അള്ളാഹു റസൂൽ മരിച്ചു കൊല്ലത്തര കഴിഞ്ഞിട്ടാണ് ഇത്. ചിന്തിക്കണം നിങ്ങൾ.
പരിശുദ്ധ പ്രവാചകർ മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്വപ്നം. ഉടനെ തന്നെ രാജാവ് എന്ത് ചെയ്തു? ഖുലഫാക്കളെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പിന്നത്തെ അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് നൂറുദ്ദീൻ രാജാവ് ഭരിക്കുന്ന കാലം വന്നില്ലേ? ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ രാജാവ് ഷാമിൽ നിന്ന് 100 ഒട്ടകങ്ങളെ ഒരുക്കി അതിനെ പുറത്ത് സാധന സാമഗ്രികളൊക്കെ ആയി മദീനയിലേക്ക് യാത്ര പോയി. മന്ത്രി അടക്കം യാത്ര പോവാണ്. മദീനത്ത് വന്നു, റൗദ സിയാർത്ത് ചെയ്തു. ആദ്യം തന്നെ റൗദ സിയാർത്ത് ചെയ്ത് റസൂലുള്ളാഹി തങ്ങളുടെ സഹായത്തിന് വേണ്ടി 2 ആളുകളെ ശല്യം ഒതുക്കാൻ വേണ്ടി വിളിച്ചതാണല്ലോ. 2 ആളെ ശല്യം ഒതുക്കാൻ വേണ്ടി വിളിച്ചതാണ്. ആളാരാന്നറിയില്ല. സിയാറത്ത് കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മന്ത്രി ചോദിച്ചു രാജാവിനോട്, രാജാവേ, സ്വപ്നത്തിൽ 3 വട്ടം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് 2 ആളെ ചൂണ്ടിക്കാണിച്ചെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ചെമ്പിച്ച മുടിയുള്ള ആൾക്കാരാണെന്ന് രാജാവ് പറഞ്ഞിട്ടുണ്ട്. ആ 2 ആൾക്കാരെ നിങ്ങൾക്കിനി കണ്ടാൽ മനസ്സിലാവുമെന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ 3 വട്ടം കണ്ട ആൾക്കാരാ റസൂൽ എനിക്ക് ശരിക്കും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, 2 ആളെ ഞാൻ കണ്ടാൽ അറിയുന്നവർ. ഉടനെ തന്നെ മന്ത്രി രാജാവിൻ്റെ അനുമതി വാങ്ങിയിട്ട് പറഞ്ഞു, ഞാനൊരു വിളംബരം നടത്തുന്നുണ്ട്, രാജാവ് അതിനെ അംഗീകരിക്കണം എന്നാണ്. രാജാവ് അനുമതി കൊടുത്തു. മന്ത്രി നല്ല ബുദ്ധിമാനും വിശ്വസ്തനുമാണ്. മന്ത്രി മദീനയിൽ വിളംബരം ചെയ്തു. മദീനയിലെ എല്ലാ ആളുകൾക്കും, കുടുംബനാഥന്മാരെ എല്ലാ ആളുകളും എല്ലാവരും വിളിച്ചു. രാജാവ് പ്രത്യേകമായി ഭക്ഷണവും വസ്ത്രവും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. എല്ലാവരും വരണം, നിർബന്ധമാണ്. ആവശ്യമുള്ളവനില്ലാത്തവരൊക്കെ വരണം നിർബന്ധമാക്കി. അങ്ങനെ ഉത്തരവിട്ടു. അങ്ങനെ ഇത് വിതരണം ചെയ്യാൻ ഒരു പ്രത്യേക വീട് തിരഞ്ഞെടുത്തൊന്ന് വിതരണം ചെയ്യാം. ഇതിങ്ങനെ വിതരണം ചെയ്യുമ്പോൾ രാജാവിനോട് ഇരുത്തി മന്ത്രി ഇങ്ങനെ വിതരണം ചെയ്യാം. മന്ത്രി ഇത് വിതരണം ചെയ്യുമ്പോൾ മദീനത്തെ മുഴുവൻ ആൾക്കാരുണ്ടല്ലോ, മദീനയിലെ മുഴുവൻ ആളുകളും ഇത് വാങ്ങാൻ അവിടെ വരുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ വിതരണം നടന്നപ്പോൾ രാജാവ് ഇങ്ങനെ ഇരുന്നിട്ട് ഈ ആൾക്കാരെ മുഴുവൻ നോക്കി. സകല വിതരണവും കഴിഞ്ഞതിന് ശേഷം മദീനക്കാരെ മുഴുവൻ വന്നു ഉറപ്പുവരുത്തിയതിന് ശേഷം മന്ത്രി ചോദിച്ചു, രാജാവേ, ഈ വന്ന കൂട്ടത്തിൽ ആ ആൾക്കാരില്ലായിരുന്നോ? രാജാവ് പറഞ്ഞില്ല, ഈ വന്ന കൂട്ടത്തിലില്ല. ഉടനെ തന്നെ മന്ത്രി തൻ്റെ തന്ത്രം പാളിയോ എന്നറിയാൻ വേണ്ടി മദീനത്തെ മുഴുവൻ ആളുകളും അന്വേഷിച്ചു പ്രധാനികളോട്, ഇനി ഈ പാരിതോഷികം വാങ്ങാൻ വരാത്ത ആൾക്കാർ ആരാവിടെ ഉള്ളതെന്ന് ചോദിച്ചു. അവരൊന്നടങ്കം പറഞ്ഞു, മദീനത്ത് ജനിച്ചു വളർന്ന മുഴുവൻ മനുഷ്യന്മാരും വന്നിട്ട് ഇനി ആരോടെ ബാക്കിയില്ല. പിന്നെ ആരോ പറഞ്ഞു, 2 ആൾ ബാക്കിയുണ്ട്, അവർ മദീനക്കാരല്ല, അവർ മൊറോക്കോക്കാരാണ്. മൊറോക്കോയിൽ നിന്ന് വന്നതാണ്, അവർ വന്നിട്ട് കുറേ കാലമായി. അവരെവിടെയാണെന്ന് ചോദിച്ചാൽ അവർ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമേ ഉള്ളൂ. വളരെ നല്ല അഭിപ്രായമാണ് അവരെക്കുറിച്ച്. അവർ പള്ളിയിൽ വരുന്നു, നിസ്കരിക്കുന്നു, അതുപോലെ നോമ്പെടുക്കുന്നു, ധർമ്മം കൊടുക്കുന്നു, സമ്പന്നരാണ്, പൈസക്കൊന്നവർക്ക് ആവശ്യമില്ല, യാചകരല്ല. അവർ വേറുള്ളവർക്ക് ധർമ്മം കൊടുക്കും, സുഖജീവിതം നയിക്കുന്നു. അവർ രാത്രിയൊന്നും കാണാനില്ല, പകരമൊക്കെ അവർ ചിലപ്പോൾ അവിടെ പള്ളിയിലുണ്ടാവും, പല സമയത്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ചിലപ്പോൾ പകൽ കാണില്ല, ചിലപ്പോൾ രാത്രി ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം. എന്തായാലും അവരെ സംശയിക്കേണ്ട കാര്യമില്ല എന്നാണ് ആൾക്കാരുടെ അഭിപ്രായം. പക്ഷേ മന്ത്രി വിട്ടില്ല. മന്ത്രി പറഞ്ഞു, എന്തായാലും അവളെ കാണണം. അവരെ വിളിപ്പിച്ചു നോക്കുമ്പോൾ രാജാവിനോട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ ഉറക്കത്തിൽ കാണിച്ചു കൊടുത്ത അതേ സ്വഭാവമുള്ള 2 ആൾക്കാരാണ് വന്നിട്ടുള്ളത്. അത്ഭുതം തോന്നി. ഈ 2 ആൾക്കാരെ ഷെറിൽ നിന്ന് രക്ഷിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് അവരെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഹജ്ജിന് വന്നതായിരുന്നു. ഹജ്ജിന് വന്ന് 1 കൊല്ലം റസൂലുള്ളാഹിയുടെ ഹദറത്തിൽ താമസിക്കാൻ നേർച്ചയാക്കിയതാണ്. ഞങ്ങൾ ആ നേർച്ചക്കടം വീട്ടാൻ ഇവിടെ വന്ന് താമസിക്കുകയാണ്, വേറൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം. ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ളൂ. പക്ഷേ മന്ത്രി വിട്ടില്ല. മന്ത്രി രാജാവിനെയും കൂട്ടി ഇവർ താമസിക്കുന്ന വീട് കാണാൻ പോയി. ഇവർ താമസിക്കുന്ന വീട്ടിൽ കടന്നു, എല്ലാം പരിശോധിച്ച്, ചെറിയ വീടാ, ഒന്നുമില്ല. അവസാനം ഒരു സ്ഥലത്ത് വിരിച്ചിരുന്ന ഒരു പായ, ഒരു പടം, അത് നീക്കി നോക്കുമ്പോൾ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ആ ഗുഹ നേരെ പോകുന്ന മസ്ജിദുൻ നബവിയിലേക്കാന്ന് മാത്രമല്ല റൗദ ഷരീഫിൻ്റെ അടുത്തേക്കാണ്. ബാബു സലാമിൻ്റെ ഭാഗത്തു കൂടെ തന്നെ പോയി അത് റൗദയുടെ നേരെ എത്തി. ഇനി 1 or 2 ദിവസവും കൂടി തുറന്നാൽ റൗദയുടെ അടിയിലൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിൻ്റെ ശരീരം കിടക്കുന്ന സ്ഥലത്തെത്തും. അവിടെ എത്തും. അപ്പോൾ ഇവരെ പിടിച്ചു ചോദ്യം ചെയ്തപ്പോൾ ഒരു സത്യം പറഞ്ഞു, ഞങ്ങൾ മൊറോക്കോക്കാരാ, ഞങ്ങൾ മുസ്ലിങ്ങളല്ല. ഞങ്ങളിവിടെ വന്നത് ഞങ്ങളുടെ നാട്ടിലെ രാജാവ് ചുമതലപ്പെടുത്തിയത് പ്രകാരം മുസ്ലിങ്ങളുടെ പ്രവാചകൻ്റെ ഭൗതിക ശരീരം നശിപ്പിക്കാനാണ്. അതുവഴി നിങ്ങളെ വിശ്വാസം തകർക്കാനാണ്. ആ ഭൗതിക ശരീരം അവിടെ ഇല്ല എന്ന് പിന്നീട് പ്രചരിപ്പിച്ചാൽ ആ പ്രചരണം നടത്താൻ വേണ്ടി തുറന്നു നോക്കുമ്പോൾ ഭൗതിക ശരീരം ഇല്ല എന്ന് വരുമല്ലോ. ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണൊക്കെ പറയുന്ന ഭൗതിക ശരീരം അതില്ലെന്ന് വരുത്തി തീർക്കാൻ ഞങ്ങൾ ചെയ്ത പണിയാണ് എന്ന് പറഞ്ഞു. അവർ പിടിക്കപ്പെട്ടു. അവർ പകല് മുഴുവൻ ഈ വീടിനുള്ളിലാണെങ്കിൽ കുഴിക്കും, രാത്രി ഈ മണ്ണ് കൊണ്ടുവന്നിട്ട് ജന്നത്തുൽ ബക്കീലുണ്ട്. ജന്നത്തുൽ ബക്കീൽ പുതിയ ഖബർ ഇങ്ങനെ വരുന്ന സ്ഥലമല്ലേ, പുതിയ മണ്ണ് വന്നാൽ ആരും അറിയില്ലല്ലോ. അങ്ങനെ ഇവർ ഇത് തുരന്ന് ഏതാണ്ട് കഴിഞ്ഞ വർഷം വന്നതാ. തുരന്ന് വർഷങ്ങളുടെ പരിശ്രമ ഫലമായി ഇതാ റൗദയുടെ അടിഭാഗത്ത് എത്താൻ പോകുന്ന സമയത്താണ് ഈ അപകട സൂചന അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ നൽകിയത്. നൂറുദ്ദീൻ രാജാവ് അവരെ പിടികൂടി വധിച്ചു. ഈ മന്ത്രി ഈ വസ്ത്രങ്ങളും മറ്റും വിതരണം ചെയ്തിരുന്ന ആ വീടിന് ബൈത്തുൽ ലിയാഫ എന്നൊരു പേരുണ്ടായിരുന്നു. ആ വീട് അടുത്ത കാലം വരെ അവിടെ ഉണ്ടായിരുന്നു ചരിത്രം പറയുന്നു. സഖീഫത്തുർ റസാസ് എന്ന ഒരു പന്തലുണ്ടായ ഈയം ഉരുക്കിയ സ്ഥലമാണ്. അതെന്തിന്?
പിന്നീട് രാജാവ് നല്ല മതിൽക്കെട്ട് നിർമ്മിച്ച് ഈയം ഉരുക്കി ഈ ഖബർ സംരക്ഷിച്ചു. റൗദ ഷരീഫ് സംരക്ഷിച്ചു. ഇപ്പം മക്കത്ത് മദീനത്ത് വിതരണം ചെയ്യുന്ന മദീനക്കാരായ ചരിത്രകാരന്മാർ പോലും അംഗീകരിക്കുന്നു, ഇങ്ങനെ റൗദ ഷരീഫിൽ നിന്നും റസൂലുള്ളാഹിയുടെ ഭൗതിക ശരീരം കട്ടുകൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഈദാഹിൻ്റെ വിശദീകരണങ്ങളൊക്കെ അത് കാണാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളിവിടെ പഠിക്കേണ്ട എന്താ? ഈ ചരിത്രത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. മാത്രമല്ല ഹിജ്റ 1397 ഒരു തീപിടുത്തത്തിലാണ് ബൈത്തുൽ ലിയാഫ നശിച്ചത്, ഈ വസ്ത്രം വിതരണം നടത്തിയ, ഭക്ഷണം വിതരണം നടത്തിയ ഈ വീട് നശിച്ചത് എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ നമ്മൾ പഠിക്കേണ്ടത്? ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ പരിശുദ്ധ പ്രവാചകർ തന്നെ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസം നശിപ്പിക്കാൻ ചിലർ നയിക്കുന്നു എന്ന് വന്നപ്പോൾ അത് തടുക്കാൻ അവിടെ കിടക്കുന്ന ഷാമിൽ കിടക്കുന്ന രാജാവിന് അയാൾ വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കി സ്വപ്നം കാണിച്ചു കൊടുത്ത് അയാളെയും പരിവാരത്തെയും കൊണ്ടുവന്നു. അവരെ കൊണ്ടത് പിടിപ്പിച്ചു. ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് ഖബറിൽ വെച്ചുകൊണ്ട് ചെയ്തൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം വളരെ പ്രധാനമല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. മനുഷ്യൻ്റെ വിശ്വാസം തകർക്കാൻ വരുന്നവരെ നോക്കിക്കണ്ടു പരിശുദ്ധ പ്രവാചകർ. ഇത് കറാമത്തല്ലേ, അല്ലെങ്കിൽ മുഅ്ജിസത്തല്ലേ? ഇതെന്തുകൊണ്ട് നിഷേധിക്കണം? ഈ സംഭവം ചരിത്രങ്ങളിൽ മുഴുവൻ രേഖപ്പെട്ട് കിടക്കുന്ന സംഗതിയല്ലേ? അവൻ മരണപ്പെട്ടു പോയി എന്നതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ എല്ലാം തീർന്നു പോയി എന്നാ? ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ സകല സംഗതികൾ അവസാനിച്ചു എന്നാ? അങ്ങനെ ആര് പറഞ്ഞു? അങ്ങനത്തെ വല്ല സംഭവം ഉണ്ടോ? ഇബ്നു തീമിയ പോലും പറഞ്ഞെന്താ? ലൈസ ഫിൽ ആയത്തി വലാ ഫിൽ ഹദീസി, ആയത്തിലുമില്ല ഹദീസിലുമില്ല അന്നൽ മയ്യത ലാ യൻഫഉ ബിദുആഇൽ ഖൽഖി ലഹു, മയ്യത്തിന് വേണ്ടി സൃഷ്ടികൾ ദുആ ചെയ്താൽ ഉപകാരം കിട്ടൂല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. വബിമാ യഅമലു അൻഹു, മയ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന അമലൊന്നും മയ്യത്തിന് കിട്ടൂല എന്നും പറഞ്ഞിട്ടില്ല. ഇബ്നു തീമിയ പറയുന്നത് മിനൽ ബിർരി, എന്തെങ്കിലും നിങ്ങൾ നല്ല അമൽ ചെയ്താൽ, ഭക്ഷണം കൊടുത്തു, ഉസ്താമാരെ വിളിച്ച് ദ്വാരപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ദ്വാരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ യാസീൻ ഓതി, മരിച്ച വാപ്പാക്ക് വേണ്ടി നിങ്ങളത് ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടൂല എന്ന്. ലൈസ ഫിൽ ആയത്തി വലാ ഫിൽ ഹദീസി അന്നൽ മയ്യത ലാ യൻഫഉ ബിദുആഇൽ ഖൽഖി ലഹു ബിമാ യഅമലു അൻഹു മിനൽ ബിർരി, മയ്യത്തിന് വേണ്ടി ദ്വാരനാലോ ഗുണം ചെയ്താലോ ഒരു ഉപകാരം മയ്യത്തിനില്ല എന്നുള്ളത് ഇല്ല എന്ന് ഒരു ആയത്തിലും ഒരു ഹദീസിലും പറഞ്ഞിട്ടില്ല. ബൽ അഇമ്മത്തുൽ ഇസ്ലാമി മുത്തഫിഖൂന അല ഇന്തിഫാഇൽ മയ്യിത്തി ബിദാലിക, മയ്യത്തിന് അതുകൊണ്ടൊക്കെ ഗുണം കിട്ടുമെന്ന് എല്ലാ ഇമാമുമാരും ഒത്തുസമ്മതിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് ഇബ്നു തീമിയ പോലും എഴുതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇബ്നു തീമിയുടെ ഫത്താവയിൽ കാണാം ഈ സംഭവം. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? മരിച്ചോൾക്ക് ഉപകാരം ചെയ്താൽ കിട്ടൂല എന്ന് വെറുതെ പറയണം. മരിച്ചവർക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടും, യാതൊരു തരത്തിലും നഷ്ടപ്പെട്ടു പോകൂല. പിന്നെ മരിച്ചോലൊക്കെ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ മരിക്കുന്ന പോലെ ദ്രവിച്ചങ്ങ് പോയി എന്ന് കരുതണ്ട, റൂഹിലേക്കെത്തും. ചില ആളുകൾ ദ്രവിക്കൂല, അതുപോലും അംഗീകരിക്കാൻ നമുക്ക് പറ്റുമോ? ഉഹദിലെ രക്തസാക്ഷികളായിരുന്നു അംർ ഇബ്നുൽ ജുമൂഹും അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ഹറാമും. രണ്ടുപേരും മരിച്ചു, ഖബറടക്കി. വർഷങ്ങൾ കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മഴ പെയ്ത് പിന്നെ പ്രത്യേകം ഇവരെ ഖബറിൻ്റെ സമീപത്തോട് വെള്ളം ഒഴിക്കാൻ തുടങ്ങി. ഇവരെ ഖബർ കിടക്കുന്ന സ്ഥലത്ത് നിരന്തരം വെള്ളം ഒലിക്കുന്ന സ്ഥലമാണ്. അതൊരു ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ അവിടുന്ന് അവരൊന്ന് മാറ്റി മറവ് ചെയ്യാൻ തീരുമാനിച്ചു. മാറ്റി, ഉഹദ് യുദ്ധം കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഉഹദ് യുദ്ധം കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഇവരെ മാറ്റി മറവ് ചെയ്യാൻ വേണ്ടി ഖബർ കുഴിച്ചു. ഖബർ കുഴിച്ചപ്പോൾ എന്താ കണ്ടത്? ഫവജദാ ലം യതഅയ്യറ കഅന്നമാ മാത കഅന്നമാ മാതാ ബിൽ അംസ്. എന്താ പറഞ്ഞത്? അവരെ കണ്ടു കിട്ടിയത് എങ്ങനെയാ? ഫവജദാ ലം യതഅയ്യറ, ആ രണ്ട് അംർ ഇബ്നുൽ ജുമൂഹും അതുപോലെ തന്നെ അംർ ഇബ്നുൽ ഹറാമും, ഈ രണ്ടാളുകൾ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ലം യതഅയ്യറ, ഒരു മാറ്റമല്ല, മരിച്ച അന്നത്തെ പോലെ. കഅന്നമാ മാതാ ബിൽ അംസ്, രണ്ടാൾ ഇന്നലെ മരിച്ചിട്ടുള്ളൂ എന്ന് തോന്നുകയാണ്. ഇന്നലെ മരിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്ന വിധത്തിലാണ് അവർ രണ്ടുപേരും കിടക്കുന്നത്. നിങ്ങൾ നോക്ക്, എന്താ ഈ പറഞ്ഞത്? അതാണ് സംഭവം. ഇനി ഇതൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച ഒരു വലിയനെ സംബന്ധിച്ചിടത്തോളം കറാമത്തല്ല വലിയ കാര്യം കേട്ടോ. കറാമത്തല്ല വലിയ കാര്യം. ആകാശത്ത് കൂടെ നടക്കലോ അല്ലെങ്കിൽ രോഗശി, അതൊന്നുമല്ല പ്രശ്നം. ഔലിയാക്കളെ കറാമത്തിൻ്റെ മൂലതന്തു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, കറാമത്തിൻ്റെ അടിസ്ഥാനം എന്താ? വഅലം അന്ന മിൻ അജല്ലിൽ കറാമാത്തില്ലത്തി തകൂനുൽ ഔലിയാ. നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ? അന്ന മിൻ അജല്ലിൽ കറാമാത്തില്ലത്തി തകൂനുൽ ഔലിയായി. ഔലിയാക്കൾക്കുണ്ടാകുന്ന കറാമത്തിൽ ഏറ്റവും മുഖ്യ കറാമത്ത് എന്താ? ദവാമു തൗഫീഖിൽ ത്വാഅത്തി, നിരന്തരം ആരാധനക്കുള്ള തൗഫീഖ്. ആരാധന നിരന്തരം നടത്തുക, എപ്പോഴും ദിക്ർ, സ്വലാത്ത്, നിസ്കാരം, നോമ്പ് തന്നെ, അതൊരു തൗഫീഖ്. അതെല്ലാവർക്കും കിട്ടൂല. അങ്ങനെ ആരാധന കൊണ്ടാണ് അടുക്കുമ്പോഴേ സുന്നത്തായ വൽ ഇസ്മത്തു അനിൽ മആസി വൽ മുഖാലഫാത്ത്, ദോഷങ്ങളും അള്ളാഹ് എതിർക്കുന്ന പ്രവർത്തനങ്ങളും അവരുടെ ജീവിതത്തിൽ വരുന്നതിനെ തൊട്ടുള്ള കാവല്. ഇതാണ് വലിയ കറാമത്ത്. ഒരു മനുഷ്യന് അള്ളാഹ് നൽകുന്ന ഏറ്റവും വലിയ കറാമത്ത് അതാണ്. ഈ കറാമത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു കറാമത്തില്ല. അതാണ് ഏറ്റവും വലിയ കറാമത്ത്. ഈ കറാമത്താണ് യഥാർത്ഥത്തിൽ ഒരാളെ വലിയാക്കുന്നത്. എന്ത്? തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാവലും ആരാധന വർദ്ധിപ്പിക്കാനുള്ളൊരു തൗഫീഖും. അതിനെയാണ് നമ്മൾ കറാമത്ത് എന്ന് കാണേണ്ടത്. അതിലൂടെ ഒരു മനുഷ്യൻ പടച്ചറപ്പിലേക്ക് അടുക്കും. അപ്പോൾ അവന് ചില അത്ഭുത സിദ്ധി പടച്ചവൻ കൊടുക്കും. അപ്പോൾ ദ്വാരനാ പടച്ചറപ്പ് കേൾക്കും. അതൊക്കെയാണ് ഇസ്ലാം. ആ രീതിയിലെ സുന്നത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളൂ. നിസ്കരിക്കാതെ, നോമ്പ് നോൽക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, ദീനില്ലാതെ ഒരു വലിയുമില്ല. അതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല.
ഇനി നമ്മളെ ഒരാൾക്ക് തെർബിയത്ത് ചെയ്യണമെന്ന് വിചാരിക്കും. ആരാ വലിയ? ഇപ്പോൾ മമ്പറം തങ്ങളടുത്ത് മഹാന്മാർ പോയിരുന്നു, ശംസുലമടുത്ത് പോയിരുന്നു, വരക്കല തങ്ങളടുത്ത് പോയിരുന്നു, ചാപ്പരക്കാട് ഉസ്താദടുത്ത് പോയിരുന്നു. അവർക്കൊക്കെയുള്ള കഴിവെന്താ? അവർക്ക് ചില ഷർത്തുണ്ടാ. എന്താ? ഒന്ന്, അയ്യക്കൂന ആലിമംബിൽ ഫറാഇൽ ഐനിയ, ഫർദ് ഐനായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അവർ ഔലിയാക്കൾ എന്നുള്ള വിവരമുള്ളവരാ. ഇന്ന ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ എന്നല്ലേ, അള്ളാഹിനെ കുറിച്ച് ബോധമുള്ളവരാണ്. രണ്ടാമത്തെ, അന്തക്കൂന ആരിഫം ബില്ലാഹി തആല, അള്ളാഹുവിനെ കുറിച്ച് സൂക്ഷ്മജ്ഞാനിയായിരിക്കണം, നല്ല പഠിച്ചവനെ പേടി ഉണ്ടാവണം. ഒന്ന് ഫർദായിനായ കാര്യങ്ങൾ അറിയണം, ഇൽമുണ്ടായിട്ട് മാത്രം കാര്യമില്ല, ആരിഫാണ്. അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും അറിയുന്നവൻ പഠിച്ചവനെ പേടിച്ച് നിൽക്കുന്ന ആരിഫ്യങ്ങളിൽപ്പെട്ടാണ്. മറ്റൊന്നോ, അത് രണ്ടും പോരാ. അയ്യക്കൂന ഖബീറൻ ബി തൊറാഇകി തസ്കിയത്തിൻ നുഫൂസി വ വസാഇലി തർബിയതിഹാ. തസ്കിയത്തുൻ നുഫൂസ്, മനുഷ്യനെ സംസ്കരിക്കേണ്ട രൂപരേഖ, അതിൻ്റെ തെർബിയത്തിൻ്റെ വിവിധ വശങ്ങൾ, അതൊക്കെ ശരിക്കും ഇയാൾക്ക് വശം വേണം. ഒരാളെങ്ങനെ തെർബിയത്ത് ചെയ്യണമെന്ന് ഇയാൾക്ക് അറിയണം. അവസാനം, അയ്യക്കൂന മഅ്ദൂനം ബിൽ ഇർഷാദി മിൻ ശൈഖിഹി, ഏതെങ്കിലും ഒരു മഹാനിൽ നിന്നും അദ്ദേഹം മഅ്ദൂനായിരിക്കണം. ഇതിന് കിട്ടിയ ഇജാസത്ത് കിട്ടിയ അനുമതി കിട്ടിയ ആളായിരിക്കണം. വെറുതെ ഞാൻ ഷെയ്ഖാന്ന് പറഞ്ഞ് ചാടിന് വന്നിട്ട് കാര്യമില്ല. അത്തരം മഹത്തുക്കളെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ എന്താ പറയുക? അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അതാണ് സുന്നി, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതാണ് അഹ്ല്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, പടച്ചോനെ പേടിക്കണേ. പോരെ, പിന്നെന്തിനാ പോരാ, പിന്നെന്താ? വകൂനൂ മഅസ്സാദിഖീൻ, വകൂനൂ മഅസ്സാദിഖീൻ, സത്യവാന്മാരെ കൂടെ നിൽക്കണം. നിങ്ങൾ ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞാൽ പോരാ, പിന്നെന്താ? നല്ലവരെ കൂടെ നിൽക്കണം. അതിനാ സമത്തൻ്റെ കൂടെ നിൽക്കുന്നത്, അതിനാ SYSൻ്റെ കൂടെ നിൽക്കുന്നത്, അതിനാണ് വരക്കല തങ്ങളെ കൂടെ നിൽക്കുന്നത്. ആ മഹാന്മാരൊരു ബർക്കത്ത്, ആ മുന്നിലുള്ള ബർക്കത്തില്ല നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മളൊന്നും ആരുമല്ല. ഞാനൊക്കെ വലിയ ആലിമാന്ന് പറഞ്ഞിരിക്കണ്ട, എനിക്കെല്ലാ വിവരമുണ്ട്, ഞാൻ അറബി പഠിച്ചിട്ടുണ്ട്, ഞാൻ ഹദീസ് വ്യാഖ്യാനിക്കും, ഞാൻ ഖുർആനിൽ നിന്ന് കാര്യമെടുക്കും എന്നൊന്നും പറയണ്ട, കഴിയില്ല. കാരണം എന്തുകൊണ്ട്? മഹാന്മാരെ കൂടെ നിൽക്കുമ്പോഴേ നമുക്ക് വിജയമുള്ളൂ. നല്ലേൻ്റെ കൂടെ നിന്നാൽ നമ്മൾ വിജയിക്കും. നന്മയുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. നല്ലവരൊപ്പം നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് കുറവൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് കുറവുണ്ടെന്ന് വിചാരിക്കുക. ഒരു 100 രൂപേനെ നോട്ടുണ്ട്, പീടിയെ പോയിട്ട് സാധനം വാങ്ങി, ആ നോട്ട് പീഡിയക്കാരമായിട്ട് നോക്കിയിട്ട് ദ്വാരണ ചെയ്തിട്ട് കൊണ്ടേക്ക് വേറെ നോട്ടുണ്ട് പോകാൻ. അതേ നോട്ടിനെ 1000 രൂപേനെ കൂടുതൽ വെച്ചിട്ട് എണ്ണി കൊടുത്താലും മൂപ്പര് പെട്ടിക്ക് ഇടുവാ. എന്താ? നല്ലിൻ്റെ കൂടെ പോയി കിട്ടി. അത് മോശമെന്ന് മൂപ്പർക്ക് അറിയാത്തതുകൊണ്ടല്ല. നല്ലേൻ്റെ കൂടെ ചേരുമ്പോൾ അവിടെ പോയി ഒരു നോട്ടൊന്നും മോശാനെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അടുത്ത് ചില്ലറ കുറവൊക്കെ ഉണ്ടെങ്കിലും ഇവരെ കൂടെ എന്നാൽ ഈ തങ്ങന്മാരെയും ഈ മഹാന്മാരെയും പിന്നാലെ ആണ് പോയി കിട്ടുക തന്നെ എന്ന് കരുതി നിസ്കരിക്കേണ്ട, നോമ്പ് വെക്കണമെന്ന് സമത്ത പറയുന്നില്ല, സുന്നത്യമായിട്ട് പറയുന്നില്ല. നമ്മുടെ സുന്നത്ത് എന്ന് കരുതി നമ്മൾ ഒരു അനിസ്ലാമികതയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല, നോമ്പനുഷ്ഠിക്കാതിരിക്കാൻ പറ്റൂല, സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പറ്റൂല. ഇതൊന്നും കൊടുക്കാതെ മൗലിദ് ഓതിയിട്ട് കാര്യമില്ല. മൗലിദ് ഓതണം, റാത്തീബ് ചൊല്ലണം, ബാപ്പാൻ്റെ കബറിങ്ങ പോകണം, ഉമ്മാൻ്റെ കബറിങ്ങ പോകണം, മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവരെ 7 മാണ്ടൊക്കെ കഴിക്കണം. കാരണം എന്താ? മയ്യത്തിന് കിട്ടുന്ന ഇബ്നു തൈമിയ വരെ പറഞ്ഞില്ലേ? അപ്പോൾ അഅ്മാലുൽ ബിർറ് ചെയ്തൂടെ? ഇതിനെ എതിർക്കുന്ന ആളുകൾ എന്തിൻ്റെ പുരോഗതിയായി ചെയ്യുന്നത്? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ മഹല്ലുകളും നമ്മുടെ പ്രദേശങ്ങളുമൊക്കെ ദീനിൻ്റെ ചൈതന്യമുള്ളതാകണം. വഴിമാറി ചിന്തിച്ചാൽ തീവ്രവാദം വരുന്നു, അപകടം വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു. അതെൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഏതാണ്ട് 10:30 മണിയായി. ഞാൻ അന്വേഷിച്ചപ്പോൾ 10:30 മണിക്കാണ് അവസാനിപ്പിക്കാറെന്ന് പറഞ്ഞു. എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇൻഷാ അള്ളാഹ് മറ്റൊരു അവസരത്തിലേക്ക് ഞാൻ നീക്കി വെക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുമാറാവട്ടെ.